സഹോദരന്മാരെ നാം അറിയണം, ഗ്രഹിക്കണം മറ്റൊരു കാര്യം. ഈ സിഹർ എന്ന് പറയുന്ന സംഗതി, കണ്ണ് എന്ന് പറയുന്ന സംഗതി, കണ്ണുകൊണ്ടുള്ള ഉപദ്രവം, നോട്ടം കൊണ്ട് കണ്ണേറ് എന്ന് പറയും ഞങ്ങളെ നാട്ടിലൊക്കെ, കണ്ണേറ്. അതുപോലെ തന്നെ ഗൂഢോത്രം, അതന്നെയാണ് സിഹർ. സിഹർ എന്ന് പറയുന്ന കാര്യം ഇതൊക്കെ ഉള്ളതാകുന്നു, ഇതൊക്കെ സത്യങ്ങളാകുന്നു, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാകുന്നു. പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളും അത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിൽ കാണാമല്ലോ, പല സ്ഥലങ്ങളിലും കാണാം. ഹസ്രത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം, ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടമൊക്കെ സിഹർ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ യുഗമായിരുന്നു അക്കാലം. അങ്ങനെ ഫിർഔൻമാരുടെ സന്നിധിയിലേക്ക് തൗഹീദിന്റെ പൊൻവെളിച്ചവുമായി ഈ രണ്ട് പ്രവാചകന്മാർ കടന്നു ചെന്നപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഫിർഔനും അവന്റെ അനുയായികളും പറഞ്ഞതൊന്നാണ്, ഇതെന്തോ ഒരു കുദറത്ത്, ഒരു അത്ഭുതം ഇവരുടെ കയ്യിലുണ്ട്. നബിനെ ആലോചിക്കേണ്ട, ഇത് സിഹർ തന്നെ. അവർ സിഹറാണെന്ന് ജൽപ്പിച്ചു, പുച്ഛിച്ച് തള്ളി ഈ രണ്ട് പ്രവാചകന്മാരെ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ കാണാം. സൂറത്ത് യൂനുസിന്റെ 79, 80, 81 ആയത്തുകൾ എടുത്തു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സത്യത്തെക്കുറിച്ച് നിങ്ങൾ സിഹിർ എന്ന് ആരോപിക്കുകയോ? ഇത് അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ വാക്യങ്ങളാകുന്നു, ഇത് മഹാശക്തിയാകുന്നു. ഇത് നിങ്ങൾ വിചാരിക്കും പോലെയുള്ള സിഹിറല്ല, ഗൂഢോത്രമല്ല, മാരണമല്ല. പക്ഷേ അവരത് ചെവിക്കൊണ്ടില്ല. നിന്റെ ഈ കയ്യിലുള്ള സകല ശക്തികളെയും എന്റെ ആളുകളെ വിളിച്ച് സിഹിർ ചെയ്ത് ഞാൻ തകർക്കുമെന്ന് ഫിർഔൻ വെല്ലുവിളിച്ചു പറഞ്ഞു. വഖാല ഫിർഔൻ തൂനി ബികുല്ലി സാഹിരിൻ അലീം. ഫിർഔൻ പറഞ്ഞു, ഇഅ്തൂനി ബികുല്ലി സാഹിരിൻ അലീം, എല്ലാ വിദഗ്ധരായ നിപുണന്മാരായ സിഹിറുകാരെയും എന്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ എന്ന് കൊട്ടാരത്തിലെ കിങ്കരന്മാരെ വിളിച്ചുകൊണ്ട് ഫിർഔൻ പറഞ്ഞു, ഈ നാട്ടിലുള്ള ശക്തരായ സിഹിറുകാരെ കൊണ്ടുവരൂ. എന്നിട്ട് അവരെത്തിപ്പെട്ടപ്പോൾ ഫിർഔനിന്റെ നിർദ്ദേശപ്രകാരം, ആജ്ഞപ്രകാരം ആ രാജ്യത്തുള്ള സിഹിറിന്റെ ആളുകളെല്ലാം സംഗമിച്ചപ്പോൾ ഫലമ്മാ ജാഅ അസ്സഹറതു, എല്ലാവരും സംഗമിച്ചപ്പോ ഖാല ലഹും മൂസാ, ആ സിഹറിന്റെ ആളുകളോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അൽഖൂ മാ അൻതും മുൽഖൂൻ, നിങ്ങളുടെ കയ്യിലുള്ള സിഹറൊക്കെ ഒന്ന് പ്രയോഗിക്കൂ, ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ ഏത് ഭൂതപ്പിശാചിനെ പിടിച്ചിട്ടാണെങ്കിലും ശരി, എന്ത് ജാലവിദ്യയാണെങ്കിലും ശരി, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ വെളിവാക്കൂ, എല്ലാ സിഹിറുകളും നിങ്ങൾ പ്രകടിപ്പിക്കൂ. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ഫലമ്മാ അൽഖൗ, അവരെ കയ്യിലുണ്ടായിരുന്ന ചില കയറുകളും വടികളും ചില ഉപകരണങ്ങളും നിലത്തിട്ടപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, അവകളൊക്കെ ചലിക്കാൻ തുടങ്ങി, പാമ്പുകളെ പോലെ പത്തി വിടർത്തി എഴുന്നേൽക്കാൻ തുടങ്ങി. ഈ അവസ്ഥ കണ്ടപ്പോ ഫലമ്മാ അൽഖൗ ഖാല മൂസാ, മൂസാ നബി അലൈഹിസ്സലാം ഈ രംഗം കണ്ടു പറഞ്ഞു, മാ ജിഅ്തും ബിഹി സിഹ്ർ, നിങ്ങൾ ഈ കൊണ്ടുവന്നതൊക്കെ സിഹ്റാകുന്നു. ഇന്നല്ലാഹ സയുബ്തിലു, അല്ലാഹു അവകളെയൊക്കെ തകർക്കുക തന്നെ ചെയ്യും, എനിക്ക് പേടിയില്ല. നിങ്ങൾ ഈ കാണിച്ചത്, ഇവിടെ ഈ പ്രദർശിപ്പിച്ചതൊക്കെ സിഹ്റാകുന്നു. ഇന്നല്ലാഹ സയുബ്തിലു, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ബാത്തിലാക്കും, അതിനെ തകർത്ത് കളയും. ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ, തെമ്മാടികളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു നന്നാക്കുകയില്ല. നിങ്ങൾ തെമ്മാടികളാണ്, നിങ്ങൾ എത്ര അത്ഭുതം കാണിച്ചാലും നിങ്ങളെ അമലുകളെയൊന്നും അല്ലാഹു ലാ യുസ്ലിഹു, അല്ലാഹു നന്നാക്കൂല. അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അവിടെ രക്ഷപ്പെടുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, ബാബു സിഹിരി, ഒരു അധ്യായം, സിഹിറിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ സിഹിർ ആരാണ് പഠിപ്പിക്കുന്നതെന്ന് ഖുർആൻ ഉദ്ധരിച്ച് ഇമാം ബുഖാരി പറയുന്നു. വലാകിന്നശ്ശയാത്വീന കഫറു യുഅല്ലിമൂനന്നാസ സിഹ്ർ, ശൈത്വാൻമാര് അവർ സത്യനിഷേധികളാണ്. യുഅല്ലിമൂനന്നാസ സിഹ്ർ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞിട്ട് പറയാണ് അല്ലാഹു, യുഅല്ലിമൂനന്നാസ അസ്സിഹ്ർ, അവന്റെ അനുയായികളായ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിക്കുന്നു. ആര്? ശൈത്വാൻമാർ.
ശൈത്വാന്മാർ പഠിപ്പിക്കുന്ന കുതന്ത്രങ്ങളാകുന്നു സിഹ്ർ എന്ന് പറയുന്നത്. ഇത് പ്രവാചകന്മാർക്ക് വരെ ചില്ലറ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്കേൽക്കൂല, എനിക്കേൽക്കൂല, ഞാൻ അത്ര കരുത്തനാണെന്ന് ആർക്കും പറയാൻ പറ്റൂല. നബിമാർക്ക് വരെ ശാരീരികമായ ചില കുഴപ്പങ്ങൾ സിഹിർ മുഖേന വന്നിട്ടുണ്ട്. മാനസിക കുഴപ്പങ്ങൾ വന്നിട്ടില്ല. അള്ളാഹു അവരെ കാത്തുരക്ഷിച്ചു അത്തരം പ്രശ്നങ്ങളിൽ നിന്ന്. ശാരീരികമായ ചില പ്രശ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഏറ്റവും കൂടുതൽ നബിയുടെ സ്വകാര്യ ജീവിതം അറിയുന്ന ആളാരാ? ഭാര്യമാരായിരിക്കുമല്ലോ. ആ ഭാര്യമാരിൽ ഏറ്റവും ഉന്നതയായ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് ഇമാം ബുഖാരി പറയുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ ഖാലത്ത്, ആയിഷ ബീവി പറയുകയാണ്, സുഹിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുഹിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് സിഹിർ ബാധിച്ചു. ഈ വാക്കിന് ഞാനീ പറയുന്ന അർത്ഥമല്ലാതെ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഇപ്പോൾ തന്നെ അബദ്ധം പറയണ്ടല്ലോ, തിരുത്താലോ ഇപ്പൊ തന്നെ. സുഹിറ, സിഹിർ ബാധിച്ചു. ആർക്ക്? അല്ലാഹുവിന്റെ റസൂലിന് സിഹിർ ബാധിച്ചു. ഏറ്റവും ശക്തമായ ഒരു എഫക്റ്റ് ആയിരുന്നു ഈ സന്ദർഭത്തിൽ ഉണ്ടായത്. ജൂതന്മാരൊക്കെ കള്ളന്മാർ, വേദക്കാരിലെ കള്ളന്മാരും മുനാഫിക്കുകളും തനി പൈശാചിക പ്രവർത്തനങ്ങളുടെ ആളുകളായിരുന്നു. അവര് നബി തങ്ങളെ ദ്രോഹിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ദ്രോഹിച്ചു. ഈ ചങ്ങാതിയെ ഒന്ന് നശിപ്പിക്കാൻ നല്ല മാരകമായ മാരണം പ്രയോഗിച്ചാലോ അവർ മാക്സിമം നോക്കി. അങ്ങനെ അവർ പ്രയോഗിച്ചപ്പോ എന്താണ് നബി തങ്ങൾക്കുണ്ടായത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, തന്റെ ഭാര്യമാരെ സമീപിച്ചാലോ തനിക്കൊന്നും കഴിവില്ലാതെയാകുന്നു. തന്റെ ലൈംഗിക ശക്തി പാടെ നശിച്ചു പോയിരിക്കുന്നു. നബി തങ്ങൾക്ക് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭാര്യമാരോടുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കണമല്ലോ. അത്രയും നമുക്ക് ഒന്ന് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും കൂടുതൽ ഭാര്യമാരുണ്ടായിട്ട് അവരോടുള്ള ബാധ്യതകളൊക്കെ സുന്ദരമായി നിറവേറ്റി ജീവിച്ച മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അസാധാരണത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നല്ലോ. ഏതായാലും ഭാര്യമാരെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ സാധിക്കാതെ തളർന്നു പോയപ്പോ ആ സമയത്ത് അള്ളാഹുവിനോട് തന്നെ ഇക്കാര്യത്തിലുള്ള പരിഹാരം ചോദിച്ചു, പഠിച്ചവനെ ഇപ്പാകെ ഒഴുങ്ങിയല്ലോ, ബുദ്ധിമുട്ടായല്ലോ റബ്ബേ, ഇതിന് എന്താ അങ്ങനെ പറ്റിപ്പോയത്? ഇമാം ബുഖാരി തന്നെ പറയുന്നു ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത്, ഇങ്ങനെ അള്ളാഹുവിനോട് ഈ പ്രശ്നത്തിൽ നിന്നുള്ളൊരു മോചനം തേടിയപ്പോ ഫജാഅനി റജുലാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ചാരത്ത് രണ്ടാളുകൾ വന്നു. അത് മലക്കുകളായിരുന്നു. ഒരാൾ, ഞാൻ കിടക്കുകയായിരുന്നു, ഒരാൾ എന്റെ തലഭാഗത്തും മറ്റേയാൾ എന്റെ കാൽഭാഗത്തും ഇരുന്നു. എന്നിട്ട് തലഭാഗത്തിരിക്കുന്ന ആൾ കാൽഭാഗത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, പ്രവാചകർക്ക് എന്തു പറ്റി, എന്താണ് പറ്റിപ്പോയത്? അപ്പൊ കാൽഭാഗത്തിരിക്കുന്ന ആള് പറയുകയാണ്, ഹുവ മത്ബൂബുൻ ഐ മസ്ഹൂറുൻ, സിഹർ ബാധിച്ചു പോയതാ. മലക്കുകളാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മലക്കുകൾ പറഞ്ഞത് നമുക്ക് പറഞ്ഞു തന്നത്. റസൂലി പറഞ്ഞത് നമുക്ക് പറഞ്ഞു തന്നത് ഇമാം ബുഖാരിയാണ്. ആലോചിച്ച് നോക്കണം. മലക്കുകളിൽ ഒരാൾ തലഭാഗത്തിരിക്കുന്ന ആൾ ചോദിക്കുന്നു, എന്താണ് ഇവിടെ ഈ പ്രവാചകർക്ക് പറ്റിയത്? കാൽഭാഗത്തിരിക്കുന്ന ആൾ മറുപടി പറയുന്നു, ഹുവ മത്ബൂബുൻ, സിഹർ ബാധിച്ചതാണ്. അപ്പൊ തലഭാഗത്തിരിക്കുന്ന ആൾ ചോദിച്ചു, മൊമൻ തൊബ്ബഹു, ആരാണ് ഈ കുതന്ത്രം പ്രയോഗിച്ചത്? എല്ലാം വളരെ വ്യക്തമായി നബിക്ക് അറിയിച്ചു കൊടുക്കാം മലക്കുകൾ മുഖേന, ആരാണ് ഈ പണി ചെയ്തത്? അപ്പൊ കാൽഭാഗത്തിരിക്കുന്ന മലക്ക് പറഞ്ഞു, ലബീദ് ഇബ്നു അഅ്സം. ലബീദ് ഇബ്നു അഅ്സം എന്ന് പറഞ്ഞ അന്നത്തെ കൊടിയ ജൂതനായിരുന്നു. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സകല സന്നാഹങ്ങളും ഒരുക്കുന്ന ജൂതന്മാരുടെ കൂട്ടത്തിലെ ഒരു തലവനായിരുന്നു ലബീദ് ഇബ്നു അഅ്സം. ലബീദ് ഇബ്നു അഅ്സം എന്ന് പറയുന്ന ജൂതനാണ് ഈ വേലയൊപ്പിച്ചത്. ആ സമയത്ത് തലഭാഗത്തിരിക്കുന്ന മലക്കുകൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വീണ്ടും ചോദിച്ചു, വഫീമാ, എങ്ങനെയാണ് ഇത് ചെയ്തത്, എന്തുകൊണ്ടാ ചെയ്തത്? ഫീ മുഷ്തിൻ, അതേ ഈത്തപ്പനക്കുല, ഈത്തപ്പനക്കുലക്ക് 11 കെട്ടുകൾ ഇട്ടുകൊണ്ടാണ് മാരണം ചെയ്തത്. പിശാചിനെ കൂട്ടുപിടിച്ച് ഈത്തപ്പനക്കുലയിലാണ് സിഹ്ർ ചെയ്തത്. തലഭാഗത്തിരിക്കുന്ന മലക്ക് വീണ്ടും ഒരു ചോദ്യവും കൂടെ, വ ഐന, എവിടെയാണ് ഈ പണി ചെയ്തു വെച്ചത്? ഇപ്പൊ ഇവിടെ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ? ആ സമയത്ത് മറ്റേ മലക്ക് മറുപടി പറയുന്നു, ഫീ ബിഇരി ദർവാൻ, ദർവാനിന്റെ കിണറ്റിലാണ്. ഒരു കിണറിലാണ് ഈ കുതന്ത്ര വേല ചെയ്ത് ഒപ്പിച്ചു വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി നോക്കി, ഹദീസിൽ കാണാം. അപ്പൊ സംഭവം ശരിയാണ്.
ഇങ്ങനെയുള്ള ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞത് വളരെ വ്യക്തമായി തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറുമരുന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആ മറുമരുന്നാണ് സിഹ്ർ ബാധിച്ച ഈ ഉമ്മത്ത് സ്വീകരിക്കേണ്ടത്. അതെന്താ? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഏതായിരുന്നാലും പ്രവാചകർക്ക് ഇതിൽ നിന്നുള്ള മോചനം 2 സൂറത്തുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു നൽകിയത്. 2 അധ്യായങ്ങൾ തന്നെ സിഹറിനെ തകർക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇറക്കിയത്. പരിശുദ്ധ ഖുർആനിലെ 2 അധ്യായങ്ങൾ, 2 സൂറത്തുകൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തത് സിഹിറിനെ തകർക്കാനും മന്ത്രിക്കാനും വേണ്ടിയാണെന്ന യാഥാർത്ഥ്യം മുസ്ലിം ലോകം അംഗീകരിക്കുന്നു. നിസ്തർക്കമാണ്. യാതൊരു അഭിപ്രായ ഭിന്നതയും ഈ കാര്യത്തിലില്ല. ഇതുപോലെ തന്നെ കണ്ണ്, സിഹിർ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് പ്രവാചകന്മാർക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ ചില ശാരീരിക കുഴപ്പങ്ങൾ കണ്ടിട്ട് കണ്ണുള്ളതാണ്. ഇമാം മുസ്ലിം കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണുള്ളതാണ്. ഇപ്പൊ മുസ്ലിം വഴതറിഞ്ഞിട്ട് കണ്ണുണ്ട് ഞങ്ങൾക്കൊക്കെ അറിയല്ലോ. അതല്ല, കണ്ണുകൊണ്ട് നോക്കി ചില ബുദ്ധിമുട്ടുകൾ, ഉപദ്രവങ്ങൾ അത് മുഖേന വരാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഐനു ഹഖ്ഖുൻ, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് എന്ന് പറയുന്നത് ഹഖ്ഖുൻ, അത് യാഥാർത്ഥ്യമാകുന്നു, സത്യമാകുന്നു. തുടർന്ന് അതിന്റെ ഗൗരവം വിവരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലൗ കാന ശൈഉൻ സാബഖൽ ഖദ്റാ സബഖതുഹുൽ ഐൻ. അതിന്റെ ഗൗരവം സൂചിപ്പിച്ച് പറയാണ്, ഖദ്ർ ഖലാഇനെ അതിജയിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ ഖദ്ർ ഖലാ, അല്ലാഹുവിന്റെ ഖദ്ർ ഖലാഇനെ കടത്തിവെട്ടുന്ന ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത് സബഖതുഹുൽ ഐൻ, അത് കണ്ണാകുമായിരുന്നേനെ. അള്ളാഹുവിന്റെ ഖലാ ഖദറിനെ പോലും തകർത്ത് എഫക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ണേറായിരുന്നേനെ. സംഭവം ഇല്ല. ഇത് ഏതുപോലെ, ലൗ കുന്തു ആമിറൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതു നിസാ അൻ യസ്ജുദന ലി അസ്വാജിഹിന്ന. ഞാനൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നേനെ എന്ന് പറഞ്ഞതിൽ സുജൂദ് ഇല്ലല്ലോ അവിടെ. പക്ഷെ അത്രയും വലിയ കടപ്പാടാണ് ഭാര്യയും ഭർത്താവും എന്നതാണ് ഈ ഹദീസിന്റെ ഗുണപാഠം. ഇതുപോലെ ഖലാ ഖദർ, അത് വലിയൊരു സംഗതി, അള്ളാഹുവിന്റെ വിധി, അത് നിശ്ചയം ഇവിടെ നടന്നിരിക്കും. ഈ ഖലാ ഖദറിനെ തകർക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ സബഖതുഹുൽ ഐൻ, അത് കണ്ണായിരുന്നേനെ. കണ്ണായിരിക്കും ഖലാ ഖദറിനെ തകർക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതുകൊണ്ട് കണ്ണ് തകർക്കൂല. അത്രയും ശക്തിയാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാ, ഒട്ടനവധി ഹദീസ് കാണാം. ഉമ്മു സലമ ബീവി പറഞ്ഞു, എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഉമ്മു സലമ ബീവി പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് തന്നെ, എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. ആ പെൺകുട്ടിക്ക്, ചെറിയ കുട്ടിയാണ്, ഈ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ ഫഖാല, അവിടെന്ന് പറഞ്ഞത്, ഇസ്തർഖൂ ലഹാ, ആ പെൺകുട്ടിയെ ഒന്ന് മന്ത്രിക്കൂ, അല്ലാഹുവിന്റെ വചനം വെച്ച് മന്ത്രിക്കൂ. ഫഇന്ന ബിഹൻ നളറ, ആ കുട്ടിക്ക് കണ്ണ് ബാധിച്ചിട്ടുണ്ട്, കണ്ണ് ബാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാമല്ലോ, യഅഖൂബ് നബി അലൈഹിസ്സലാം തന്റെ ചുറുചുറുക്കുള്ള യുവാക്കളായ മക്കളോട് പറഞ്ഞ സന്ദർഭം, നാട്ടിൽ ദാരിദ്ര്യം, ധാന്യങ്ങളില്ല, ഭക്ഷ്യവസ്തുക്കളില്ല, ഒന്നുമേയില്ല, നാട്ടിലാകെ വരൾച്ചയും പ്രതിസന്ധിയും. മിസ്രിന്റെ അധിപന്റെ ഗോഡൌണിൽ മാത്രമാണ് ധാന്യങ്ങൾ ഉള്ളതെന്ന വാർത്ത ലോകം മുഴുവൻ കേൾക്കുകയാണ്. മിസ്രിലേക്ക് തന്റെ സന്താനങ്ങളെ ധാന്യം വാങ്ങാൻ പാത്രവുമായി വിടുകയാണ്. ഇങ്ങനെ വിട്ട് ബിന്യാമീൻ എന്ന് പറയുന്ന കുഞ്ഞിനെ, അവിടെ ഉള്ളത് യൂസുഫ് നബിയാണ്, ഇത് ഇവർക്ക് അറിയില്ല, ഉപ്പാക്കും അപ്പോ അറിയില്ല. അങ്ങനെ അവർ പോയി ബിന്യാമീനെ പിടിച്ചു വെച്ചു, അളവ് പാത്രം മോഷ്ടിച്ചു എന്ന വ്യാജേന ചരിത്രം വളരെ വിശാലമാണ്. രണ്ടാമത് ധാന്യങ്ങൾ നൽകാതെ തിരിച്ച് ഇവരിങ്ങോട്ട് വന്ന് വീണ്ടും അങ്ങോട്ട് പോവുകയാണ് ധാന്യം വാങ്ങാനും തങ്ങളുടെ സഹോദരനായ ബിന്യാമീനെ മോചിപ്പിക്കാനും വേണ്ടി മിസ്രിലേക്ക് അവർ പുറപ്പെട്ടപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞ പിതാവ് ആ മക്കളോടൊരു ഉപദേശം. എന്താ ഉപദേശം? യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്. മക്കളോട് ഉപദേശിക്കാൻ. എങ്ങോട്ട് പോവാ? അവർ മിസ്രിലേക്ക് പോവാ. എന്തിനു പോവാ? ധാന്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോവാൻ. ഇവരെല്ലാവരും വീട്ടിൽ നിന്ന്, പിതാവേ ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞ് യാത്ര ചോദിച്ചപ്പോ ഉപ്പ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപദേശം. എന്താ ഉപദേശം? വഖാല, ഖുർആനാ പറയുന്നത്,
വഖാല യാക്കൂബ് നബി പറഞ്ഞു യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, എന്റെ മക്കളെ നിങ്ങൾ മിസ്റിന്റെ കവാടത്തിലൂടെ കേറുമ്പോൾ, മിസ്റിലേക്ക് കേറുമ്പോൾ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, ഒരു കവാടത്തിലൂടെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് കേറിപ്പോകരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, നിങ്ങൾ വ്യത്യസ്തങ്ങളായ കവാടങ്ങളിലൂടെ ഓരോരുത്തരായി പ്രവേശിക്കണം. എന്റെ മക്കൾ എല്ലാവരും ഒരൊറ്റ കവാടത്തിലൂടെ മിസ്റിലേക്ക് കയറി ചെല്ലരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വിവിധങ്ങളായ കവാടങ്ങളിലൂടെ നിങ്ങൾ കയറണം. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഇ, അല്ലാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിതാവിനത് തടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു മുൻകരുതൽ എന്നോണം ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഇ, അല്ലാഹു ഒരു സംഗതി കണക്കാക്കിയാൽ എനിക്ക് തടയാനൊന്നും പറ്റൂല. എങ്കിലും അല്ലാഹു ഏൽപ്പിച്ച ഒരു മുൻകരുതൽ, അല്ലാഹു ഏൽപ്പിച്ച ശ്രദ്ധ അതുണ്ടാകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു കവാടത്തിലൂടെ കയറരുത്, വിവിധങ്ങളായ കവാടത്തിലൂടെ കയറണം. ഇതിന്റെ അർത്ഥം പൗരാണിക മുഫസ്സിറുകൾ, ഇമാം റാസി തന്നെ, ലോകപ്രസിദ്ധ തഫ്സീർ ഗ്രന്ഥമാണല്ലോ റാസി, ഇമാം റാസി ഈ ആയത്തിന്റെ വിവരണത്തിൽ അന്ന അബ്നാ യഅഖൂബ ലമ്മാ അസമു അലാ ദുഖൂലി മിസ്റ, ഇമാം റാസി ഈ ആയത്തിന്റെ വിവരണം പറയാൻ, യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ ലമ്മാ അസമു അലാ ദുഖൂലി മിസ്റ, മിസ്റിലേക്ക് പോകാൻ ഉറച്ചു തീരുമാനമായപ്പോ, ആ സമയത്ത് വകാനൂ മൗസൂഫീന ബിൽ ജമാലി വൽ കമാലി, അവര് ആ മക്കളൊക്കെ തന്നെ സുന്ദരന്മാരാണ്, സുമുഖന്മാരാണ്, എല്ലാവിധ നന്മകളും പ്ലസ് പോയിന്റുകളും ഒത്തിണങ്ങിയ നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യ ദൃഢഗാത്തരായ ചെറുപ്പക്കാർ. വഅബ്നാഇ റജുലിൻ വാഹിദിൻ, ഒറ്റ തന്തയുടെ മക്കളും ഒരു ഉപ്പാന്റെ മക്കളും ഇത്ര ഭംഗിയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരും. ഈ സമയത്ത് അന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം, അന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം, ഈ മക്കളുടെ കാര്യത്തിൽ കണ്ണു പേടിച്ചു. ആര്? കണ്ണേറ് പേടിച്ചു. ഒരു സബബ് എന്ന രീതിയിൽ അന്നഹു, നിശ്ചയം യാക്കൂബ് നബി അലൈഹിസ്സലാം ഖാഫ, ഭയന്നു. എന്ത്? മിനൽ ഐനി അലൈഹിം, അവർക്ക് എന്ത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, എന്ത് ഭംഗിയുള്ള ആളുകൾ എന്ന് പറഞ്ഞ് അതുമൂലം ഒരു ഫിത്ന, ഒരു ബുദ്ധിമുട്ട്, ഉപദ്രവം വരുമെന്ന് യാക്കൂബ് നബി ഭയന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത്. വേറെയും കാരണം ഉണ്ടാവാം. ആരാപ്പത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അന്വേഷിച്ചിറങ്ങി. അക്കാലത്തൊക്കെ വലിയ സംഘടനകളും യുദ്ധങ്ങളും പ്രശ്നമൊക്കെയുള്ളൂ, അല്ലെങ്കിൽ അസൂയ വരാൻ സാധ്യതയുണ്ട്. അതിലൊരു കാരണമായി, പ്രധാന കാരണമായി ഇമാം റാസി ഇതാണ് ഉദ്ധരിച്ചത്. മാത്രമല്ല കണ്ണുണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് നൽകി ധാരാളം ഹദീസ് ഇനിയും കാണാ, വിവരിക്കാൻ സമയമല്ല. ഇമാം നസായിയും ഇബ്നു മാജയും ഉദ്ധരിച്ച ഒരു ഹദീസിൽ, രസകരമായ ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രാ മധ്യേ വിശ്രമത്തിന് അനുയോജ്യമായ ഒരു കേന്ദ്രം കണ്ടപ്പോൾ അവരവിടെ തമ്പടിച്ചു. അങ്ങനെയാണല്ലോ മരുഭൂമിയിലെ യാത്ര, വെള്ളവും പച്ചപ്പുമൊക്കെയുള്ള മേഖലയിൽ തമ്പടിക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് അവർ ഇറങ്ങി താമസിക്കും. അങ്ങനെ റെസ്റ്റ് ചെയ്തൊക്കെയാണ് യാത്ര തുടരുക. മരുഭൂമിയിലെ ദുർഘടമായ യാത്രയാണല്ലോ. ഇങ്ങനൊരു പ്രദേശത്ത് അവർ താവളമടിച്ചു. അങ്ങനെ ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങളിൽ വ്യാപൃതരായി. ഈ സമയത്ത് അന്ന ആമിർ ഇബ്നു റബീഅത മർറ ബിസഹിൽ ഇബ്നു ഹനീഫിൻ, ആമിർ ഇബ്നു റബീഅത്ത് എന്ന് പറയുന്ന സഹാബി സഹിൽ ഇബ്നു ഹനീഫ് എന്ന് പറഞ്ഞ സഹാബിയുടെ അടുക്കലൂടെ നടന്നു. സഹിലിന്റെ പണി എന്താ? വഹുവ യഗ്തസിലു ഫിൽ ഐൻ, ഒരു തടാകത്തിൽ കുളിക്കുകയാണ്. സഹിൽ റളിയല്ലാഹു അൻഹു ഒരു തടാകത്തിൽ കുളിക്കുകയാണ്. അരമുണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുളിക്കുമ്പോ അങ്ങനെയാണല്ലോ, അവറത്ത് കാണൂല, പുരുഷന്റെ അവറത്ത് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ അരമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സഹിൽ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലൂടെ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ചെന്നു. തടാകത്തിന്റെ കരയിൽ ചെന്ന് നിന്നപ്പോ എന്ത് സൗന്ദര്യം! സഹിൽ റളിയല്ലാഹു അൻഹു നല്ല സുന്ദരനായിരുന്നു. അപ്പൊ ഈ അരമുണ്ട് മാത്രം ധരിച്ച് തടാകത്തിൽ നല്ല തെളിഞ്ഞ വെള്ളവും അതിലിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രംഗം കണ്ടപ്പോ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആ സൗന്ദര്യത്തിൽ മതിമറന്ന് പറഞ്ഞു, മാ അഹ്സന ലം അറകൽ യൗം, എന്തൊരു സൗന്ദര്യം! ഇത്രയും സൗന്ദര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ.
നീ വസ്ത്രം അഴിച്ചപ്പോഴല്ലേ നിന്റെ ശരീരത്തിന്റെ ആകാരഭംഗി ഞാൻ കണ്ടത്. വടിവൊത്ത ശരീരം ലം അറക്കല്യവും, ഇതുപോലെ ഒരു സൗന്ദര്യം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയേണ്ട താമസം സഹീൽ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ വീഴ്ചയാണ്, അത് വീണുപോയി. സിഹാഹു സിത്ത ഹദീസ് ഗ്രന്ഥ സമാഹാരത്തിൽപ്പെട്ട നസായിയും ഇബ്നു മാജയും ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങൾ അറിയണം, ഇത് പറയേണ്ട താമസം ആ സഹാബി വീണു. വീണ സമയത്ത് ആമിർ റളിയല്ലാഹു അൻഹു പിന്നെ മിണ്ടൂല്ലല്ലോ, പേടിച്ചു. പടച്ചവനെ, ഞാൻ ഇതിനും വേണ്ടിയല്ലല്ലോ ഇങ്ങനെ പറഞ്ഞത്, ഇപ്പൊ പറ്റിപ്പോയും ചെയ്തു. മിണ്ടാതിരുന്നു. ഈ സഹാബി സഹീൽ ഇബ്നു ഹനീഫ് എന്ന സഹാബി വീണ് കിടക്കുന്ന രംഗം മറ്റു സഹാബികൾ കണ്ടു. ഫഉതിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീണുപോയ ബോധരഹിതനായി നിലം പതിച്ച സ്വഹാബിയെ താങ്ങിയെടുത്ത് തിരുസന്നിധിയിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് സഹീലിനെ ദ്രോഹിച്ചത്? ആരാണ് ഈ പണി ചെയ്തത്? ആരും ഒന്നും മിണ്ടുന്നില്ല. സ്വഹാബികൾ പറഞ്ഞു, ആമിർ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരനോട് ചോദിച്ചാ വിവരം കിട്ടും. ആമിറിനെ വിളിപ്പിച്ചു, സംഭവം ചോദിച്ചു, എന്താണ് സഹീലിന് പറ്റിയത്, നീ എന്താണ് ചെയ്തത്? ആമിർ ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു ഉണ്ടായ സംഭവം പറഞ്ഞു, നബിയേ, എന്റെ സുഹൃത്തായ സ്നേഹിതനായ സഹീല് എന്റെ കൂടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുമ്പോ അവന്റെ സൗന്ദര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ കുളിക്കാൻ വേണ്ടി തടാകത്തിൽ ഇറങ്ങിയപ്പോ അവന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ട് മതിമറന്ന് ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു. ഇത് കേട്ട സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ റആ അഹദുകും മിൻ അഖീഹി മാ യുഅജിബുഹു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് ആശ്ചര്യകരമായ വല്ലതും കണ്ടാൽ, അത്ഭുതകരമായ വല്ലതും കണ്ടാൽ, ഒരിക്കൽ നല്ല മുന്തിയ ലക്ഷങ്ങളുടെ കാറ് വിട്ടിങ്ങനെ വരികയാണ്, അതാ കണ്ടത്, അല്ലെങ്കിൽ സൗന്ദര്യമാണ് കണ്ടത്, അല്ലെങ്കിൽ പണാണ് കണ്ടത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിഅമത്താണ് കണ്ടത് എങ്കിൽ നിങ്ങൾ വേണ്ടത് ഫല്യദഉ ലഹു ബിൽ ബറക, ആ സഹോദരന് ആ നിഅമത്തിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാ വൽയഖുൽ മാഷാ അല്ലാഹ്, നിങ്ങൾ പറയേണ്ടത് എന്താ? മാഷാ അല്ലാഹ്. നിങ്ങളൊരു സ്നേഹിതന്റെ നിഅമത്ത് നിങ്ങൾ കണ്ട, ഓന്റെ ചങ്ങാതി നീ ആള് കൊള്ളാലോടാ, എന്താ നിന്റെ വണ്ടി കൊള്ളാമല്ലോ, നിന്റെ സൗന്ദര്യം, എന്തോ നിന്റെ ആരോഗ്യം പറയാൻ പാടില്ല. ഇദാ റആ അഹദുകും മിൻ അഖീഹി മാ യുഅജിബുഹു, നബി തങ്ങൾ വിവരിക്കുകയാണ് ആ സന്ദർഭത്തിൽ, നിങ്ങളുടെ സ്നേഹിതന്മാരിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായത് വല്ലതും കണ്ടാൽ ഫൽയദഉ ലഹു ബിൽ ബറക, അല്ലാഹു നിനക്ക് തന്ന ഈ സമ്പാദ്യത്തിലും അനുഗ്രഹത്തിലും സൗന്ദര്യത്തിലും അല്ലാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കുക. പിന്നെ വല്യഖുൽ പറയുകയും ചെയ്യട്ടെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് എന്ന് പറയാം. മാഷാ അല്ലാഹ് അറബികൾ അങ്ങനെയാണ്, അറേബ്യൻ നാട്ടിലെ ശൈലി അങ്ങനെയാണ്, നിങ്ങൾ പോയവർക്കറിയാം. വല്ല നിയമത്തും കിട്ടി മാഷാ അല്ലാഹ്. അറബികൾ എത്ര നാറികളാണെങ്കിലും അതിലൊക്കെ വലിയ ഉഷാറാണ് അവര്, തമാശരല്ല. തല്ലു കൂടുമ്പോ രണ്ട് അറബികൾ, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, തല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഉറപ്പാ രണ്ടുപേരും അടിക്കാൻ ഒരുങ്ങുക. അപ്പൊ ആദ്യം അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, എന്നാ ഇനി തുടങ്ങാന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. അപ്പൊ പല കുഴപ്പമുണ്ടെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ അവർ നന്നായി സൂക്ഷിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. തന്റെ സഹോദരനിൽ നിന്ന് നല്ല നിഅമത്ത് കണ്ട അവർ പറയുന്നത് മാഷാ അല്ലാഹ്. അങ്ങനെയാ വേണ്ടത്. ഇനി എത്ര ഹദീസുകൾ കാണാം, എത്രയെത്ര ഹദീസുകൾ നമുക്ക് കാണാം. പ്രവാചകർ ഇതിന്റെ കണ്ണിന്റെ ശക്തി സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഇന്നൽ ഐന ലതുദ്ഖിലുർ റജുല ഫിൽ ഖബരി വൽ ജമല ഫിൽ ഖിദ്രി. നിശ്ചയം കണ്ണുണ്ടല്ലോ, കണ്ണിന്റെ ശക്തി അപാരം തന്നെ. കണ്ണ് ചിലപ്പോൾ ലതുദ്ഖിലുർ റജുല അൽ ഖബറ, മനുഷ്യനെ ഖബറിൽ കേറ്റും. ഏത്? ചിലപ്പോൾ മനുഷ്യനെ കണ്ണ് ഖബറിൽ കേറ്റും, അഥവാ കാലിയാകോളം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നർത്ഥം. വൽ ജമല അൽ ഖിദ്റ, ഒട്ടകത്തെ ചട്ടിയിൽ കേറ്റും. നല്ല ഭാരം ചുമക്കാൻ പറ്റിയ ഒട്ടകം ആരോ ഒരാൾ പറയേണ്ട പോലെ പറഞ്ഞു, പിന്നെ അതിനെ ഇറച്ചിയാക്കാനേ പറ്റുള്ളൂ, അപ്പൊ ചട്ടി കയറുമല്ലോ. ഇതുപോലെ നല്ല ആളുകള്, നല്ല ചില നിഅമത്ത് കിട്ടിയ ആളുകളെ ചിലർ കണ്ണുവെച്ച് കഴിഞ്ഞാൽ ലതുദ്ഖിലുർ റജുല അൽ ഖബറ, അവൻ ഖബറിലെത്തുവോളം അതിന്റെ ബുദ്ധിമുട്ടുണ്ടായേക്കാം. വൽ ജമല അൽ ഖിദ്റ, ഇതൊക്കെ ഇപ്പൊ ഇന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമില്ല. പഴയ കാലത്ത് കണ്ണേറ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ ഇപ്പൊ ഒരാളാണ് നോക്കിയാൽ മറ്റേ ആക്കാതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വരിക? പഴയ കാലത്തുള്ള ആളുകൾക്ക് അത് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത് ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്.
പഴയ കാലത്തുള്ള ആളുകൾ എന്താ ചിന്തിക്കുക, ഒരു നോട്ടം അടുത്ത് പോയിട്ട് ഒന്ന് കൊടുത്താൽ വേദനാവും അല്ലെ, ഒന്ന് എറിഞ്ഞാൽ വേദനാവും, കണ്ണുകൊണ്ട് നോക്കിയപ്പോ എങ്ങനെയാ അതുകൊണ്ടൊരു ഉപദ്രവമായി മാറുക. പഴയ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡയറക്റ്റായി ഒന്നും നമ്മുടെ ശരീരത്തിൽ തട്ടിയിട്ടില്ലെങ്കിലും ഈ പെരുമ്പാവൂർ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മൊബൈൽ ടവറുകൾ, ആ മൊബൈൽ ടവറുകൾ അതിന്മേൽ നാം പോയി ഇരിക്കാതെ, അതിൽ നിന്ന് പ്രത്യേക സാധനം കാണുന്ന തരത്തിൽ തൊടുത്തു വിടാതെ, അതിന്റെ റേഡിയേഷൻ ഉപദ്രവകരമാണെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. മൊബൈൽ ഫോൺ, TV, കമ്പ്യൂട്ടർ, ഇതൊക്കെ അതിങ്ങനെ കാണുന്ന സ്ഥലത്ത് ഇരുന്ന് കുറച്ച് അടുത്തിരുന്നാൽ തന്നെ അതിൽ നിന്ന് റേഡിയേഷൻ തരംഗങ്ങൾ വന്ന് ക്യാൻസറിന് വരെ കാരണമാകുന്നവരിന്. എന്നാൽ പ്രകൃതിയിലെ പിടികിട്ടാത്ത യന്ത്രമായ, ശ്രദ്ധിക്കണം, പ്രകൃതിയിലെ പിടികിട്ടാത്ത യന്ത്രമായ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് നാവിൽ നിന്ന് ചില ഉപദ്രവങ്ങൾ ഏൽക്കുമെന്ന് ഇക്കാലത്ത് പറഞ്ഞാൽ അതിലെന്ത് അതിശയോക്തിയാണുള്ളത്? എന്ത് അതിശയോക്തിയാണുള്ളത്? ഒരത്ഭുതമില്ല, നടക്കാവുന്നതാണ്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനുള്ള മുൻകരുതൽ എന്താ? പറ്റിപ്പോയ എന്താണ് ചികിത്സ? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ചില ആളുകൾ കെട്ടിടം പണിയുമ്പോ, വീട് പണിയുമ്പോ നോക്കടാ കരിങ്കാളി, നോക്കടാ കരിങ്കണ്ണ, പോകുന്ന ആൾക്കാരൊക്കെ ചീത്ത പറയാം. അത് നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ എഴുതി വെച്ചാലും ചീത്തയാവുമല്ലത്. ആരെങ്കിലും ആ ഭാഗത്ത് നോക്കി അവൻ കരിങ്കാളിയായി, നോക്കടാ കരിങ്കണ്ണ. ഇതൊക്കെ ജാഹിലിയ സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പൊൻവെളിച്ചവുമായി വരുന്നതിന്റെ മുമ്പുള്ള ജാഹിലിയ, ഇരുൾമുറ്റിയ അന്ധകാരം നിറഞ്ഞ കാലഘട്ടത്തിലെ കൾച്ചറുകളാണ് അതൊക്കെ. അങ്ങനെ എല്ലാരും കരിങ്കണ്ണനാക്കണ്ട. വേണമെങ്കിൽ നമ്മൾ എഴുതി വെക്കേണ്ടത് മാഷാ അല്ലാഹ്. ഇനി വേണമെങ്കിൽ ബിസ്മി ചൊല്ലി നിങ്ങൾ ഇറങ്ങിക്കോ, ഏതൊരു ദൗത്യത്തിനും കുഴപ്പമുണ്ടാവില്ല. ഇനി കുഴപ്പമുണ്ടെങ്കിലോ അത് നിങ്ങളുടെ അനുഗ്രഹത്തിനാണ്, നിങ്ങളുടെ അനുഗ്രഹത്തിനാണ്. അല്ലെങ്കിൽ മാഷാ അല്ലാഹ് എഴുതി വെച്ചോ. എന്നാ വരുന്ന ആളുകൾ മാഷാ അല്ലാഹ്, കാരണം അവരെന്തെങ്കിലും അരുതാത്തത് പറയും മുമ്പ് അത് കണ്ട മാഷാ അല്ലാഹ് പറഞ്ഞു പോവുമല്ലോ, നല്ല കാര്യമാണ്. ഇനി അങ്ങനെ വല്ല ബുദ്ധിമുട്ടും, സിഹ്റിലൂടെ ബുദ്ധിമുട്ട് വന്നാൽ, കണ്ണിലൂടെ ബുദ്ധിമുട്ട് വന്നാൽ എന്താണ് മാർഗം? ശിർക്കിലൂടെ പോകലല്ല, അതിനും പരിഹാരം ഖുർആനും സുന്നത്തിലുമുണ്ട്. ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാവിധ ക്ലേശങ്ങൾക്കും പടച്ച തമ്പുരാൻ ശമനം ഇറക്കിയിട്ടുണ്ട്, പരിഹാരം വച്ചിട്ടുണ്ട്. അനുവദനീയമായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും മരുന്നുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇറക്കി തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സിഹിറിന് മരുന്നുണ്ട്, കണ്ണേറിന് മരുന്നുണ്ട്, പൈശാചിക ഉപദ്രവങ്ങൾക്ക്, ജിന്നുബാധക്കൊക്കെ തന്നെ അല്ലാഹു പ്രതിവിധി നിശ്ചയിച്ചിട്ടുണ്ട്, ഇറക്കി തന്നിട്ടുണ്ട്. തീർച്ചയാണ്. എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പ്രതിവിധി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിഹിറിനുള്ള മരുന്നെന്താണ്, കണ്ണേറിനുള്ള മരുന്നെന്താണ്, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണെന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറഞ്ഞതാണ്. സിഹിർ എന്താണ്? സിഹിർ പല വിധേനയും സിഹിർ നടക്കും. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യായിൽ രേഖപ്പെടുത്തുന്നു, നക്ഷത്ര കണക്കുകളെ ആസ്പദമാക്കിക്കൊണ്ട്, നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം, രാശികളെ കുറിച്ചുള്ള ജ്ഞാനം, അത് സ്വായത്തമാക്കിക്കൊണ്ട്, അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ആരെയാണോ സിഹിറിലൂടെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ആരെയാണ് സിഹിറിലൂടെ തകർക്കാൻ കരുതുന്നതെങ്കിൽ ആ വ്യക്തിയുടെ രൂപമുണ്ടാക്കി ചില ശിർക്കിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് പിശാചിനെ കൂട്ടുപിടിച്ച് സിഹിർ ചെയ്യാം. അങ്ങനെ സിഹിർ ചെയ്യുന്നവരുണ്ട് എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു. പല വിധേനയും സിഹിർ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പല രീതിയിലും സിഹിർ നടക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ 56 സ്ഥലങ്ങളിലധികം, 56 ഭാഗങ്ങളിൽ, അതിനേക്കാൾ ഭാഗങ്ങളിൽ സിഹിറിനെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ഞാൻ എണ്ണി നോക്കി, 56 ഭാഗം കണ്ടു. ഇനി ആ കാണാത്ത ഭാഗം വേറുണ്ടാവും. സിഹിറുമായി ബന്ധപ്പെട്ട് സത്യനിഷേധികളുടെ കുതന്ത്രങ്ങളെ കുറിച്ച്, പ്രവാചകന്മാരിൽ സിഹിർ ആരോപിച്ചതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ അല്ലാഹു സിഹിറിനെ കുറിച്ച് 56 ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. പല ഉപദ്രവങ്ങളും ഇത് മുഖേന ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും. മനുഷ്യന്റെ ജീവിതം തകർത്ത് കളയാൻ വരെ സിഹിർ കൊണ്ട് സാധിച്ചേക്കാം. നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതിമാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ സിഹിർ കൊണ്ട് സാധിച്ചേക്കാം. നല്ല നിലയിൽ സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതിമാർക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ
അവരുടെ സ്നേഹമായ ആ ഒത്തൊരുമിച്ച അവസ്ഥ അത് തകർത്ത് കളയാൻ സിഹിർ കൊണ്ട് സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഹദീസല്ല, ഒരു പണ്ഡിതന്റെ ഉദ്ധരണിയല്ല, പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തെടുത്തൊന്ന് വായിച്ചു നോക്കൂ. വമാ കഫറ സുലൈമാൻ വലാകിന്ന അശ്ശയാതീന കഫറൂ യുഅല്ലിമൂന അന്നാസ അസ്സിഹ്ർ. സുലൈമാൻ നബി അലൈഹിസ്സലാം സിഹ്റിന്റെ ആളായിരുന്നില്ല, കുഫറിന്റെ വക്താവായിരുന്നില്ല. എങ്കിലും ലോകത്ത് സിഹിർ പ്രചരിപ്പിച്ചത്, തെറ്റായ മാരണം പ്രചരിപ്പിച്ചത് പിശാചുക്കളാണ്. മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളാണ് അതിന്റെ പ്രചാരകന്മാർ, സുലൈമാൻ നബി അലൈഹിസ്സലാമല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു ആ കുതന്ത്രം എന്തിനുള്ളതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അല്ലാഹു പറയുന്നു ഫയതഅല്ലമൂന മിൻഹുമാ, സിഹിർ മാരണം പോലത്തെ കുതന്ത്രങ്ങൾ പഠിക്കുന്നതെന്തിനാ? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഒരു വ്യക്തിയുടെയും അയാളുടെ ഭാര്യയുടെയും ഇടയിൽ ഭിന്നതയുണ്ടാക്കാൻ, അവരുടെ സ്നേഹം തകർക്കാൻ, അവരുടെ സുന്ദരമായ ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാക്കാൻ, അതിനു വേണ്ടിയാണ് ഈ കള്ളന്മാർ സിഹിർ പഠിച്ചത്. ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ടാണ് അല്ലാഹു ഇത് പറഞ്ഞത്. ഇസ്രായേൽ സമൂഹത്തിനെ വിമർശിച്ചുകൊണ്ടാണ് അല്ലാഹു ഈ ആയത്തിലൂടെ അവരെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. എന്തേ കാരണം? ഇസ്രായേലി മാർക്കറ്റിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ഒരാളുടെ സുന്ദരിയായ ഭാര്യയെ അയാളിൽ നിന്ന് അകറ്റിക്കൊണ്ട് പിണക്കിക്കൊണ്ട് സ്വന്തമാക്കുന്ന വിദ്യ. ഇത് ഇസ്രായേലിൽ വലിയ മാർക്കറ്റുള്ള സിഹിറായിരുന്നു ഈ സിഹിർ. പല സിഹിറുണ്ട്. എനിക്ക് അവനെ ഒന്നാണ് തകർക്കണം. എന്തേ കാരണം? അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഞങ്ങൾ കൂടെ ജീവിച്ചവരാണ്. ഇപ്പൊ അവൻ ദൈനംദിനം വളരാൻ എന്നെ പോലെ നിന്നിട്ടാ മതി, എനിക്ക് അവൻ നശിക്കണം എന്നൊന്നുമില്ല. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു വിദ്യ ഉണ്ടോ? മുസ്ലിങ്ങളിലെ ആളുകൾ ചോദിക്കുന്നവരുണ്ട്. പിശാചിന്റെ വക്താക്കളെ സമീപിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നവരുണ്ട്. അറിയോ? വെറുതെ ദ്രോഹിക്ക. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അക്കാലത്തെ ആളുകളുടെ ഏറ്റവും വലിയ കുതന്ത്രമായിരുന്നു ദമ്പതിമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട്. ഒരു സുന്ദരിയായ ഒരു പെണ്ണ് ഒരാളെ കസ്റ്റഡിയിൽ ഭാര്യയായി ജീവിക്കുകയാണെങ്കിൽ അവളെ എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ള ഭർത്താവിൽ നിന്ന് അവൾ അകലണം എന്നുണ്ടെങ്കിൽ സിഹിർ ചെയ്യണം, അത് ചെയ്യിപ്പിക്കണം. തനിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ചെയ്യിപ്പിക്കണം. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയായിരുന്നു മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഒരാളുടെയും അയാളുടെ ഭാര്യയുടെയും ഇണയുടെയും ഇടയിൽ തഫ്രീഖത്ത്, യുഫർരിഖൂൻ, ഭിന്നിപ്പുണ്ടാക്കുക. വമാ ഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹു പറയുന്നു വമാ ഹും ലാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ആ കുതന്ത്രത്തിന്റെ ആളുകൾ മനസ്സിലാക്കണം, ആ സിഹറിന്റെ ആളുകൾ മനസ്സിലാക്കണം. വമാ ഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടെയല്ലാതെ, അല്ലാഹുവിന്റെ ഒത്താശയോടു കൂടെയല്ലാതെ, അല്ലാഹുവിന്റെ വിധിയോടു കൂടെയല്ലാതെ സിഹിർ കൊണ്ട് ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ അവർക്ക് സാധിക്കില്ലെന്ന് അവർ മനസ്സിലാക്കണം. അല്ലാഹ് വിചാരിച്ചാലേ സിഹിർ കൊണ്ടും ഒരാളെ ദ്രോഹിക്കാൻ പറ്റുള്ളൂ. അല്ലാഹ് വിചാരിച്ചാലല്ലേ രോഗം വന്നാൽ മരുന്ന് കുടിച്ചാൽ ഭേദാവുള്ളൂ. അല്ലാഹ് വിചാരിക്കാതെ സുഖാവുമോ? മരുന്ന് രോഗശമനത്തിനുള്ള ഒരു നിമിത്തമാണ്, മാധ്യമമാണ്. ആ മാധ്യമം നാം സേവിക്കുമ്പോൾ, മാധ്യമവുമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ വിധി അതോടൊപ്പം വരണം, എങ്കിലേ മരുന്ന് ഫലിക്കൂ. ഇതുപോലെ തന്നെയാണ് സിഹിർ. കേവല സിഹിറിന് ഒരാളെ തകർക്കാനോ ദ്രോഹിക്കാനോ സാധിക്കില്ല. അതൊരു സബബാകുന്നു, ഒരു മാധ്യമമാകുന്നു ഒരാളെ ദ്രോഹിക്കാനുള്ള. ഒരു കല്ലെടുത്ത ഒരാളെ എറിയാന്ന് പറഞ്ഞാൽ ദ്രോഹല്ലേ, തെറ്റല്ലേ? വെറുതെ ആവശ്യമില്ലാതെ സിന ചെയ്തവനെ എറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പറ്റൂല, ഇന്ത്യ രാജ്യത്ത് പറ്റില്ല. ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലായിട്ടുള്ള രാജ്യങ്ങളിൽ അല്ലെ വിവാഹിതനായ വിചാരിയെ എറിഞ്ഞു കൊല്ലണം. അല്ലാതെ ഒരു പാവപ്പെട്ട നിരപരാധിയെ കല്ലിനെ എറിയുന്നത് തെറ്റല്ലേ? ആ കല്ല് കൊണ്ട് എറിയുന്നത് കൊണ്ട് അയാളെ ശരീരത്തിൽ പതിച്ചു കൊള്ളണമെന്നുണ്ടോ? ഇല്ല.
അത് പടച്ചോൻ കണക്കാക്കിയാൽ തന്നെ അയാൾക്ക് കിട്ടാനുള്ളത് കിട്ടുള്ളൂ, കല്ലാണെങ്കിലും എന്തായാലും. അതുകൊണ്ട് വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. മാരണക്കാരെ, നിങ്ങൾക്കൊന്നിനും സാധിക്കില്ല. മരുന്ന് കുറിച്ചു കൊടുക്കുന്ന വൈദ്യന്മാരെ, നിങ്ങൾക്ക് രോഗം സുഖപ്പെടുത്താൻ സാധിക്കില്ല. ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഇതിന് കൂടാതെ സാധിക്കില്ല. എന്നാ പിന്നെ സിഹിർ ഉപദ്രവകരമല്ല എന്നല്ലേ ഈ ആയത്തിനർത്ഥം? അങ്ങനെയല്ല. അടുത്ത ഭാഗം നോക്കൂ. വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും. ഇത്തരത്തിലുള്ള വിദ്യ പഠിക്കൽ കൊണ്ട് അവർക്ക് ഉപദ്രവവും നാശവുമാണുള്ളത്. എന്തേ കാരണം? ഇതെന്താ പഠിച്ചിട്ട് കാര്യം? അപരനെ ദ്രോഹിക്കാൻ അല്ലേ? തന്റെ സഹോദരനെ തകർക്കാനാണല്ലോ ഈ വിദ്യ പഠിക്കുന്നത്. അതുകൊണ്ട് വയതഅല്ലമൂന മാ യദുറുഹും, ഉപദ്രവകരമായതാണ് അവർ പഠിക്കുന്നത്, ഉപദ്രവമാണത് അവർക്ക്. വലാ യൻഫഉഹും, അതുകൊണ്ട് അവർക്ക് നേട്ടമുണ്ടാവുകയില്ല. അള്ളാഹുവിങ്കൽ നേട്ടമല്ല, അതുകൊണ്ട് വൻ തകർച്ചയാണ് ഉണ്ടാവുക, അതുകൊണ്ട് മലറത്തുണ്ടാകും, അതുകൊണ്ട് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിലൂടെ വിവരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സിഹിർ എന്ന യാഥാർത്ഥ്യം പല വിധേനയും ഉണ്ടാകും, പല രീതിയിൽ അതിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവും. ഉണ്ടായാൽ ഒരാൾക്ക് അത് ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നിങ്ങൾ കേട്ടല്ലോ. ഒരാളിൽ അത് ബാധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ, സംശയം വെറുതെ സംശയിക്കരുത്. ഈ വാള് കേട്ട് പോയിട്ട് എന്ത് കണ്ടാലും ഇത് സിഹിറാണ്. കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട്, ബിസിനസ് രംഗത്തും കുടുംബങ്ങളിലൊക്കെ കുറച്ച് ശത്രുക്കൾ ഉണ്ട്. അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നപ്പോഴേക്ക് ഇന്നൊരാള് പനിച്ചിട്ട് സന്ധിയിലൊക്കെ വേദന, ഇത് വേറെന്തോ ആണ്. കാരണം മരുന്ന് കുടിച്ചിട്ടും വേദന നിൽക്കുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പത്തെ പനിയൊക്കെ എല്ലാ ജോയിന്റിലും നല്ല വേദന എന്നാ പനിച്ച ആളുകൾ പറയുന്നത്. ഈ പുള്ളി പറയാണ് മരുന്ന് കുടിച്ചിട്ടും ഈ വേദന മാറാതിരിക്കുമ്പോൾ ഇതിനെനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഡൗട്ടാകണ്ട, വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം ചെന്നെത്തിയാൽ ഒരു മരുന്നും ഫലിക്കുന്നില്ല, വീണ്ടും അസ്വാസ്ഥ്യം തന്നെ, ബുദ്ധിമുട്ട്. ഇങ്ങനെയായി കഴിഞ്ഞാൽ മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ എന്ന അർത്ഥത്തിൽ, എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയുണ്ട് എന്ന അർത്ഥത്തിൽ എന്താണ് സിഹിർ ബാധിച്ച ആൾക്കുള്ള മോചനമാർഗം? എന്താണ്? നമ്മുടെ കിതാബുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കിതാബ് നോക്കണ്ട, അത് ഖുറാഫാത്ത് എഴുതി വെച്ച മണ്ട കിതാബ, ഏതാണ്ട് മുസ്ലിയാക്കന്മാർ എഴുതിയ. ഉൽപ്പതിഷ്ണു വിഭാഗത്തിന്റെ എന്ന് വെച്ചാൽ കുറച്ച് മോഡേണിസം ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ വിദ്യാഭ്യാസവും പണമൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ടല്ലോ. അവരുടെ നേതാവായി അംഗീകരിക്കപ്പെടുന്ന ഉൽപ്പതിഷ്ണു വിഭാഗത്തിന്റെ അധ്യക്ഷനായ ഇബ്നു തൈമിയയുടെ പ്രധാന ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം തന്റെ സാദുൽ മആദിൽ രേഖപ്പെടുത്തുന്നു. ഇത് ലോകരാഷ്ട്രങ്ങളൊക്കെ അംഗീകരിച്ച ഗ്രന്ഥമാണ്. മുസ്ലിം രാജ്യങ്ങളൊക്കെ, സൗദി അറേബ്യ അടക്കം അവിടുത്തെ മുഫ്തിമാരൊക്കെ അംഗീകരിച്ചു. ആ പുസ്തകത്തിൽ ഇബ്നുൽ ഖയ്യിം സാദുൽ മആദി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, സിഹിറിന് ഫലപ്രദമായ മരുന്ന്, സിഹിർ ഒരാൾക്ക് ബാധിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്ന്, ഫലവത്തായ മരുന്ന്, മിൻ അദ്വിയത്തിൽ ഇലാഹിയ, മിൻ അദ്വിയത്തിൽ ഇലാഹിയ, ദൈവികമായ മരുന്ന്, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മരുന്നല്ല. മിൻ അദ്വിയത്തിൽ ഇലാഹിയ, ദൈവിക മരുന്ന്. അതെന്താ ദൈവിക മരുന്ന്? നിർദ്ദിഷ്ടമായ ചില ആയത്തുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് മന്ത്രിക്കലാകുന്നു. അതാകുന്നു ദൈവിക ചികിത്സ. അള്ളാന്റെ കലാം കൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച അദ്കാർ കൊണ്ട് മന്ത്രിക്കലാകുന്നു. അതിനുള്ള പ്രതിവിധി അതാണ് മിൻ അദ്വിയത്തിൽ ഇലാഹിയ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏതുപോലെയൊക്കെ സൂറത്തിൽ ഫാത്തിഹത്തി വ ആയത്തിൽ കുർസി, ഇതൊക്കെ സാധാരണ നമുക്കറിയുന്നതാണ്. ഇവ കൊണ്ട് മന്ത്രിക്കുക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ആയുധം പ്രയോഗിക്കാൻ അറിയുന്നവൻ പ്രയോഗിച്ചാലാണ് പിശാചിന് പറ്റുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ആയുധമുണ്ട്, ഒരു തോക്കുണ്ട് എന്നതുകൊണ്ട് അകലെ നിൽക്കുന്ന ശത്രുവിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ പറ്റൂല. അതിനെന്ത് വേണം? ഷൂട്ടിങ് പഠിക്കണം. ഇതുപോലെ ഫാത്തിഹ സൂറത്ത് കൊണ്ട് പിശാചിനെ തകർക്കാൻ സാധിക്കണം. അല്ലെങ്കിലും അതിന് മാഹാത്മ്യമുണ്ട്. ആരും ഉരുവിട്ടാൽ അത് വേറെ വിഷയം. പക്ഷേ
തൗഹീദിന്റെ പടവാളിന്റെ മൂർച്ചയുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ ഉപയോഗിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫലവത്താകുക. മിൻ അദ്വിയത്തിൽ ഇലാഹിയ, പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ, ആയത്തുകൾ നിങ്ങൾ നോക്കൂ. 2 അധ്യായങ്ങൾ മന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു അവതരിപ്പിച്ചത്. 2 സൂറത്തുകൾ മന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ്. വഫീഹാ നസലത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. സിഹറിനെതിരെ മന്ത്രിക്കാൻ, സിഹറിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മന്ത്രിക്കാൻ വേണ്ടിയാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ 2 സൂറത്തുകൾ ഒപ്പം ഇറങ്ങിയത്. ഖുർആനിലെ അധ്യായങ്ങളൊന്നും ഒപ്പം 2 ഇറങ്ങിയിട്ടില്ല. ഒരു അധ്യായം തന്നെ ഘട്ടങ്ങളായി ഓരോ ആയത്തുകൾ, അങ്ങനെയാണ്. ഈ 2 സൂറത്തുകൾ ഒപ്പം ഒരേ സമയത്താണ് അവതരിച്ചത്. അതിന് സംഘനാമമുണ്ട്, 2നും കൂടി ഒരു പേരുണ്ട്. എന്താ? മുഅവ്വിദത്തൈനി, ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്ന ആയുധങ്ങൾ, 2 ആയുധങ്ങൾ. ഈ 2 സൂറകൾ അള്ളാഹു ഇറക്കിയത് മന്ത്രിക്കാനാണ്. എന്തിനു മന്ത്രിക്കാൻ? പറഞ്ഞല്ലോ, മുസ്തഫായ നബി തങ്ങളെ തകർക്കാൻ വേണ്ടി ജൂതന്മാരും മുനാഫിക്കുകളും ഖുറൈശികളും എല്ലാ കെണികളും ഒരുക്കി. അവസാനത്തെ കയ്യായി അവർ മാരണം പ്രയോഗിച്ചു നബിയെ തകർക്കാൻ. ലബീദ് ഇബ്നു അഅസം എന്ന് പറയുന്ന കപടൻ ഈത്തപ്പന കുലയിൽ 11 കെട്ടുകളിട്ടാണ് മാരണം ചെയ്തത്. 11 കെട്ടുകൾ ഇട്ടുകൊണ്ട് ഇതിനെ തകർക്കാൻ അതേ ഡോസിൽ അല്ലാഹു 11 ആയത്തിറക്കി. സൂറത്തുൽ ഫലഖ് 5, സൂറത്തുൻ നാസ് 6. സൂറത്തുൽ ഫലഖ് 5 ആയത്തുകളാ, സൂറത്തുൻ നാസോ 6 ആയത്തുകളാ. 5ഉം 6ഉം 11 കെട്ടുകൾ ഇട്ടുകൊണ്ടാണ് ലബീദ് ഇബ്നു അഅസം എന്ന് പറയുന്ന മാരണക്കാരൻ നബിക്കെതിരെ സിഹിർ ചെയ്തത്. ആ സിഹിറിനെ തകർക്കാൻ, 11 കെട്ടുകളുള്ള സിഹിറിനെ തകർക്കാൻ അള്ളാഹുവിന്റെ കലാമിൽ 11 ആയത്തുകൾ അവതീർണമായി. ഡോസ് 10ന്റെ ഗുളിക, 20ന്റെ ഗുളിക, 100ന്റെ ഗുളിക, 500ന്റെ ഗുളിക, അല്ലെ? ഈ മെഡിസിനിലൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഡോസ് കൂടുന്നത്. ഇതുപോലെ 11 കെട്ടുകൾക്ക് അനുയോജ്യമായ ഡോസ് 11 ആയത്തുകൾ. ഇതൊന്നും വെറുതെ പറയുന്നതല്ല സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ 2 അധ്യായങ്ങൾ അവതരിപ്പിച്ചത് എന്ന വസ്തുത നാം അറിയണം. ധാരാളം കിതാബുകളിൽ ഇതിനുള്ള പരിഹാരം, സിഹിർ ബാധിച്ച മസ്ഹൂറായ വ്യക്തിക്കുള്ള മോചനമാർഗം പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാം കൊണ്ട് മന്ത്രിച്ചാൽ ഏത് ശൈത്താൻ ആര് വിട്ടതാണെങ്കിലും അത് അകന്നു പോകും. പിന്നെ ചില ആളുകളുണ്ട് സിഹിർ ബാധിച്ച ആളെ വിളിച്ചു വരുത്തിയിട്ട് അയാളെ ഇളക്കുമെന്ന്. എന്ന് വെച്ചാല് ഉള്ളതൊക്കെ വരട്ടേന്ന് എഴുതിയിട്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കണ്ണുകൊണ്ട്. എങ്ങനെ ഇളക്കുക? അവനെ മന്ത്രിക്കും ഖുർആനിലെ ഏതാനും ആയത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അതുക്കാറ് കൊണ്ട് മന്ത്രിക്കും. മന്ത്രിച്ചാൽ പിന്നെ ഇയാൾ ഇളകാൻ തുടങ്ങും. ഇളകിയിട്ട് പറയും, ഞങ്ങൾ ഇത്ര ആളുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നതാണ്, ഇന്ന ആള് വിട്ടതാണ്. അങ്ങനെയാണോ? എന്നാ പോകാൻ എന്താ വേണ്ടത്? ഇയാൾ ചോദിക്കും. ആദ്യം 5000 ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ഇത് ബാധ ഒഴിക്കാൻ. പോകാൻ എന്താ വേണ്ടത്? പോകാൻ രക്തം വേണം. രക്തം, അപ്പൊ രക്തം കൊടുക്കുക. അല്ലെങ്കിൽ പൂജ നടത്തണം. നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്തൊരു സർപ്പകല്ല് നാട്ടിക്കൊണ്ട്, തുളസി നട്ടുകൊണ്ട് അവിടെ പാലും പഴവും വെച്ച് പൂജിക്കണം. സർപ്പകല്ല് വെക്കണം. എന്നത് ചെയ്തേക്കാം, എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി. 5000 കിട്ടണമല്ലോ ഇതിനു വേണ്ടി. ഇത് ഹറാമാണ്, ഇത് തെറ്റാണ്, ഇത് കടുത്ത ശിർക്കാകുന്നു. പിശാചിന് വഴിപ്പെടാൻ പാടില്ല, അള്ളാഹുവിനെയാണ് വഴിപ്പെടേണ്ടത്. ഇളകുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യമൊക്കെ പറയാം. തെറ്റായ കാര്യങ്ങളാണ് പറയുക. എന്നാൽ ഇളക്കാം, ഇളക്കുന്നത് കൊണ്ട് തെറ്റില്ല. ശിർക്കും ഹറാമും പിശാച് കൽപ്പിച്ചാൽ അനുസരിക്കരുത് എന്ന നിബന്ധനയോടെ, അനുസരിക്കരുത് എന്ന നിയമത്തോടുകൂടെ സിഹിർ ബാധിച്ച മനുഷ്യനെ ഇളക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്. ഒരു അധ്യായം. എന്താ അധ്യായത്തിന്റെ പേര്? ബാബുഹൽ യുസ്തഖറജു സിഹ്റു. സിഹിർ ബാധിച്ച മനുഷ്യനെ ഇളക്കാമോ? പണ്ഡിതന്മാർ എഴുതി വെച്ചത് നോക്കണം. ബാബുഹൽ യുസ്തഖറജു സിഹ്റു. സിഹിർ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ആ അധ്യായത്തിൽ ഇമാം ബുഖാരി ഒരു സഹാബിയുടെ വാക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഖാല ഖതാദതു ലിസഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഖതാദ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ പണ്ഡിതനായ അടുത്ത അനുയായിയായ വ്യക്തിയോട് ചോദിച്ചു, ഖതാദ,
റജുലുൻ ബിഹി സിഹ്റുൻ, ഒരാൾക്ക് സിഹിർ ബാധിച്ചാൽ അയ്യുഹല്ലു അൻഹു, അയാളിൽ നിന്ന് അത് ഇളക്കാൻ പറ്റുമോ? അയ്യുഹല്ലു അൻഹു, അദ്ദേഹത്തെ ഇളക്കാൻ പറ്റുമോ? ഖാല സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ലാ ബഅസ ബിഹി, അതുകൊണ്ട് കുഴപ്പമില്ല. ലാ ഇന്നമാ യുരീദൂന ബിഹിൽ ഇസ്ലാഹ, അതുകൊണ്ട് നന്മയാണ്, അയാൾക്കുള്ള പ്രശ്നത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തലാണ് നിയ്യത്തെങ്കിൽ തെറ്റില്ല. വ അമ്മാ മാ യൻഫഉ ഫലാ യുൻഹ അൻഹു, ഉപകരിക്കുന്നത് ഒരു സഹോദരന് ഗുണകരമായ കാര്യം, ഉപകാരമുള്ള കാര്യം, അതിന് തെറ്റില്ല. പക്ഷേ ശിർക്കും ഹറാമും ഉണ്ടാകരുത് എന്ന് മാത്രം. സിഹർ ഇളക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കിതാബുൽ ബുഖാരിയിലാണ് ഈ സംഭവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന് ചികിത്സകളുണ്ട്, പ്രതിവിധികളുണ്ട്. അങ്ങനെ പ്രതിവിധികൾ നമുക്ക് സ്വീകരിക്കാം, അതിന് തെറ്റൊന്നുമില്ല. നിബന്ധനകൾ പാലിക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ അൽ-ഐനു ഹഖ്ഖുൻ, കണ്ണുകൊണ്ടുള്ള ഉപദ്രവം യാഥാർത്ഥ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ. കണ്ണുകൊണ്ടുള്ള ഉപദ്രവം, നോട്ടം, കണ്ണേറ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരാൾ കേറ്റുകഴിഞ്ഞാൽ എന്താണ് അതിനുള്ള പ്രതിവിധി? ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, ബാബു റുഖിയത്തിൽ ഐനി, കണ്ണേറിനുള്ള മന്ത്രത്തെ കുറിച്ച് പറയുന്ന അധ്യായം. ഒക്കെ കാണിച്ചു തരാം, കിതാബിൽ കാണിച്ചു തരാം. ബാബു റുഖിയത്തിൽ ഐനി, കണ്ണേറിനുള്ള മന്ത്രത്തെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി ആദ്യമായി പറയുന്ന ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയെ തൊട്ട് മഹദി പറയുകയാണ്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുസ്തർഖാ മിനൽ ഐനി, എന്നോട് നബി ഒരിക്കൽ കണ്ണേറിന് വേണ്ടി, കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മന്ത്രിക്കാൻ കൽപ്പിച്ചു. അമറനി, എന്നോട് കൽപ്പിച്ചു നബി, അൻ യുസ്തർഖാ, മന്ത്രിക്കാൻ, മിനൽ ഐനി, കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്ന് മന്ത്രിക്കാൻ കൽപ്പിച്ചു. ഇത് തെറ്റാണെങ്കിൽ കൽപ്പിക്കുവോ? റവാഹുൽ ബുഖാരി. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ പറയുന്നു, റഅൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബൈതി ജാരിയതൻ, എൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ നബി തങ്ങൾ കണ്ടു. ഫീ വജിഹിഹാ സഫഅത്തുൻ, പെൺകുട്ടിയുടെ മുഖത്ത് പെട്ടെന്ന് കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു കുഴപ്പമില്ല, സുന്ദരി കുട്ടിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ അതിന്റെ മുഖത്തൊക്കെ കറുത്ത പാട്. എന്താ റിയാക്ഷൻ ആണോ, എന്താ ആക്ഷൻ ആണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കണ്ടപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ മുഖത്ത് കറുത്ത പാടുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ആ കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തർഖൂ ലഹാ ഫഇന്ന ബിഹൻ നളറത, ആ കുട്ടിയെ മന്ത്രിക്കൂ. ഫഇന്ന ബിഹൻ നളറത, ആ കുട്ടിക്ക് നോട്ടം ഏറ്റിട്ടുണ്ട്. നളറ നോക്കി, എന്തൊരു നോക്കും, നളറത്ത് നോട്ടം, നോട്ടം ഏറ്റിട്ടുണ്ട് ആ കുട്ടിക്ക്. റവാഹുൽ ബുഖാരി. എങ്ങനെയാണ് നബി തങ്ങൾ മന്ത്രിച്ചത് എന്ന് തുടർന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു. അദ്ദേഹം പറയാ റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നു ശേഷം എങ്ങനെയാ മന്ത്രിച്ചത്. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസി ഇശ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ബുഖാരി. അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളെ പോറ്റി വളർത്തുന്ന തമ്പുരാനെ. അല്ലാഹനെ വിളിച്ചിട്ട് എന്താ, ഏത് സിഹ്റിൽ നിന്നും രക്ഷപ്പെട്ടൂടെ. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസി, എല്ലാ ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും പോക്കിക്കളയുന്ന, അകറ്റിക്കളയുന്ന ജനങ്ങളുടെ രക്ഷിതാവേ. ഇശ്ഫി അൻത ശാഫി, നീ സുഖപ്പെടുത്തൂ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ. വലാ ശാഫിയ ഇല്ലാ അൻത, നീയല്ലാതെ രോഗം ശമിപ്പിക്കുന്നവനില്ല. ശിഫാഅൻ ലാ യുഗാദിറു സഖമാ, ഒരു ഉപദ്രവവും ഒരു രോഗവും അവശേഷിക്കാത്ത നിലയിലുള്ള രോഗശമനം പടച്ചവനെ നൽകണേ. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ച മന്ത്രം. ഇത് ശരിക്ക് കേട്ടോ. ഇനി ഇവിടെ നിന്ന് പാതി ചെവി കൊണ്ട് പാതി ശ്രദ്ധയോടെ കേട്ട് കാലിച്ചന്തയിൽ വെച്ചും ബ്രിഡ്ജിൽ വെച്ചിട്ടും ആ മുസ്ലിയാർ ഈ അബദ്ധങ്ങൾ തന്നെ വിളിച്ചു കൂവുന്നു. അത് കേൾക്കാൻ ഒരുപാട് മണ്ടന്മാരും. ഒരാൾ അഭിപ്രായം പറഞ്ഞതാ, രണ്ടാളെന്നോട് പറഞ്ഞു, അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, സന്തോഷമായി. മുസ്ലിയാർ ഏതാനും ഇത്രയും കാലം വലിയ കുഴപ്പമൊന്നുമില്ല, ഈ അബദ്ധങ്ങൾ തന്നെ വിളിച്ചു പറയുകയാണ്. കേൾക്കാൻ കുറെ മണ്ടൻ, നിങ്ങളൊക്കെ മണ്ടന്മാരും ഞാൻ വിവരം കെട്ടവനും.
ഞാൻ വിവരം കെട്ടവനായതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ മണ്ടന്മാര് നിങ്ങളാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഇല്ലേ എനിക്കറിയില്ല, അള്ളാഹു അലം. ഏതായാലും ഒരു കാര്യം അങ്ങനെ വിമർശിക്കുന്ന സഹോദരന്മാരോട് വിവരമില്ല, അത് ആദ്യമേ പറയുന്നതാണ്. ഞാൻ എൻ്റെ വകയല്ലല്ലോ, ബുഖാരി നോക്കിയിട്ട് ഈ കണ്ണുകൊണ്ട് നോക്കിയിട്ട് അതങ്ങനെ നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് പറയാം എനിക്കൊരു വിവരമില്ല, ഞാൻ വെറും സ്പീക്കർ, അതുപോലൊരു സാധനമാണ്, മനസ്സിലാക്കിക്കോളൂ. വിവരമില്ല. അതുകൊണ്ട് വിവരമുള്ള ആള് വേബ്രിഡ്ജിൽ വഴുത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കാലിച്ചന്തയിൽ വഴുത് പറഞ്ഞാലോ നമുക്ക് പഠിക്കാൻ പറ്റൂലല്ലോ. ആ വിവരമുള്ള ആള് നേരിട്ട് വന്നിട്ടൊന്ന് പഠിപ്പിച്ചു തരൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് ഇത് വിവരക്കേടാണെന്ന് പറഞ്ഞാൽ ഹദീസുകളൊക്കെ വിവരക്കേടാകണം, ഹദീസുകളൊക്കെ മണ്ണിട്ട് മൂടേണ്ടി വരും, ആയത്തുകൾ മണ്ണിട്ട് മൂടേണ്ടി വരും. ഞാൻ ഇത് ഇത്ര വിശദീകരിച്ച് പറയാൻ വിചാരിച്ചാലോ, മന്ത്രം 1-2 എക്സാമ്പിൾ 1-2 ബുഖാരിന്റെ ഹദീസ് ഉണ്ടായാൽ മതിയല്ലോ. ചോറ് പാകമായോ അല്ലേ വെന്തോ അല്ലേ നോക്കാൻ 2 വറ്റെടുത്ത് നോക്കിയാൽ മതിയല്ലോ, എല്ലാ വറ്റും പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ബുഖാരിയിലെ 2 ഹദീസ്, മുസ്ലിമിലെ 2 ഹദീസ്, 2 ആയത്ത്, ബുദ്ധിമാന്മാർക്ക് അത്ര മതി, അങ്ങനെ നിർത്താൻ വിചാരിച്ചു, പക്ഷെ നിർത്താൻ സമ്മതിക്കുന്നില്ല. ജഹാലത്ത് നീങ്ങുന്നില്ല, വിവരക്കേട് നീങ്ങുമെന്ന് നോക്കുക, അപ്പം മുഴുവൻ പറയാ, ഏതാണ്ട് നമുക്ക് കിട്ടിയൊക്കെ പറയാനാണ് തീരുമാനിച്ചു. അങ്ങനെ തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മന്ത്രങ്ങൾ ഇമാം ബുഖാരിയിൽ ഒരു അധ്യായം കാണാം, വേറൊരു അധ്യായം ബാബുർ റുഖി ബിൽ ഖുർആനി വൽ മുഅവ്വിദാതി. സൂറത്തുൽ ഫലഖ് കൊണ്ടും സൂറത്തുൻ നാസ് കൊണ്ടും ഖുർആൻ കൊണ്ടും മന്ത്രിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ 1-ാമത്തെ ഹദീസായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യൻഫുസു അലാ നഫ്സിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുക സ്വന്തം ശരീരത്തിലേക്ക്. എപ്പോഴാണ് സ്വന്തം ശരീരത്തിലേക്ക് ഊതിക്കൊണ്ടിരിക്കുന്നത്? ഫീ മറളില്ലദീ യകൂനു സബബുഹു ലിൽ മൗത്ത്, മരണത്തിന് കാരണമായ രോഗത്തിൽ കിടന്നപ്പോൾ, എന്ന് വെച്ചാൽ അവസാനം ഉണ്ടായ രോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിടിപെട്ട ശക്തമായ പനിയും അസ്വസ്ഥതയും ക്ഷീണവും. ഈ അസുഖം പുന്നാര നബി തങ്ങൾക്ക് വഫാത്തിന്റെ രോഗം വന്ന് കിടപ്പിലായ സമയത്ത് കാന യൻഫുസു അലാ നഫ്സിഹി, സ്വന്തം ശരീരത്തിലേക്ക് നബി തങ്ങൾ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ബിൽ മുഅവ്വിദാത്ത്, സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയൊക്കെ പാരായണം ചെയ്ത് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ് നബി തങ്ങൾ. ഫലമ്മാ സഖുല, ക്ഷീണം അധികരിച്ചപ്പോൾ മിണ്ടാൻ സാധിക്കുന്നില്ല, അനങ്ങാൻ സാധിക്കുന്നില്ല, വ്യക്തമായി സംസാരിക്കാൻ പറ്റുന്നില്ല, നന്നായി ക്ഷീണം പിടിപെട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, സ്വന്തം ശരീരത്തിലേക്ക് രോഗശയ്യയിൽ കിടന്നപ്പോ മന്ത്രിച്ച് ഊതിക്കൊണ്ടിരുന്ന പ്രവാചകന് ഫലമ്മാ സഖുല, ക്ഷീണം അധികമായപ്പോൾ കുന്തു അൻഫിസു അലൈഹി ബിഹിന്ന, നബി തങ്ങൾ നേരത്തെ മന്ത്രിച്ച മന്ത്രം ഉപയോഗിച്ച് ഞാൻ മന്ത്രിച്ചൂതി കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. സഹീഹുൽ ബുഖാരി കിതാബു തിബ്ബ് എന്ന് പറഞ്ഞ വൈദ്യ സംബന്ധമായ വിഷയം, ചികിത്സ സംബന്ധമായ വിഷയം പറയുന്ന അധ്യായത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തിനധികം എല്ലാ ദിവസവും അവിടെ നിന്ന് മന്ത്രിച്ചില്ലേ? ഒരു ദിവസം രോഗശയ്യയിലായപ്പോ മാത്രല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, ഇദാ ആവാ ഇലാ ഫിറാശിഹി, എല്ലാ ദിവസവും ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ കിടക്കും മുമ്പ്, ഉറങ്ങും മുമ്പ് നബി തങ്ങൾ മന്ത്രിച്ചിരുന്നു. എങ്ങനെ മന്ത്രിച്ചിരുന്നു? നഫസ ഫീ കഫൈഹി ബിഖുൽ ഹുവല്ലാഹു അഹദ് വബിൽ മുഅവ്വിദതൈനി. ബെഡ്റൂമിൽ ഇതൊക്കെ നമ്മൾ ചെയ്യണം, ഈ ആത്മീയ ചികിത്സയൊക്കെ. ഇത് വഴന്ന് കേൾക്കാൻ വേണ്ടി മാത്രം പറയല്ല, അല്ലെങ്കിൽ ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടി മുസ്ലിയാർ പറയുന്നതാണെന്ന് മനസ്സിലാക്കരുത്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നു, ഉറങ്ങുന്നതിന്റെ മുമ്പ് നബി എന്നും മന്ത്രിക്കും സ്വന്തത്തെ. എങ്ങനെ മന്ത്രിക്കും? നഫസ ഫീ കഫൈഹി, 2 കൈവെള്ളയിൽ ഊതും, വെറുതെ ഊതല്ല. ബിഖുൽ ഹുവല്ലാഹു അഹദ് വബിൽ മുഅവ്വിദതൈനി, ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതിയിട്ട് കൈവെള്ളയിൽ ഊതും. എന്നിട്ടോ സുമ്മ മസഹ ബിഹിമാ വജ്ഹഹു, എന്നിട്ട് മുഖത്ത് ഇങ്ങനെ തടവും,
പിന്നെ ശരീരം കയ്യെത്തുന്ന ഭാഗം മിൻ ജസദിഹി, കയ്യെത്തുന്ന ഭാഗത്തൊക്കെ തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗത്തും തടവും. ഊതിയിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് തടവിയ എന്താപ്പ അവിടെ പറ്റിപ്പിടിക്കുക? കുറെ നേരം ഊതിയാ ചിലപ്പോ ഇവിടെ എന്തെങ്കിലും നനവൊക്കെ ഉണ്ടാവും. അല്ലാതെ ഒന്നിപ്പാണ് ഊതിയിട്ട് ഇപ്പം തടവിയിട്ട് അല്ല. യുക്തിവാദികൾക്ക് അങ്ങനെയും ചോദിക്കാമല്ലോ. അങ്ങനെ യുക്തിവാദികൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദെ സംഭവമൊക്കെ തിരക്കില്ല, പക്ഷെ ഊതിയിട്ട് രോഗം മാറുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. നല്ലൊരു ചങ്ങാതി, നിസ്കരിക്കും, വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല, നല്ല സത്യസന്ധനായ. ഈ ജുമയ്ക്ക് ഇവിടെ വരുന്ന നല്ലൊരു എൻ്റെ ഒരു സ്നേഹിതൻ, കുറ്റപ്പെടുത്തുകയല്ല. ആ സ്നേഹിതൻ പറഞ്ഞു, ഈ പ്രസംഗം തുടങ്ങുന്ന ഇപ്പൊ നീ ചിലപ്പോ മാറിയിട്ടുണ്ടാവും, കാരണം അല്ല ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീനല്ലേ, വിശ്വാസികളായ ആളുകൾക്ക് ഉപദേശം ഫലവത്താകുന്നു, വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മാറിയിട്ടുണ്ടാവും. അന്ന് പറഞ്ഞു ഊതുന്നത് കൊണ്ട് രോഗത്തിന് ശമനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മുഅ്മിനും ആവൂല, നിങ്ങൾ മുഅ്മിനാവൂല. കാരണം ഈ കണ്ട ഹദീസുകളൊക്കെ തള്ളണ്ടേ, ഇതൊക്കെ നിഷേധിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഒരു സംഗതിയെ നിഷേധിക്കണ്ടേ? ഇങ്ങനെ ഊതിയിട്ട് കൈവെള്ളയിൽ ഊതിയിട്ട് തടവിയിട്ട് എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ അല്ലാഹു അലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് അല്ലാഹു അലം. മുസ്തഫായ നബി തങ്ങൾ, സ്വാദിഖുൽ അമീനായ നബി തങ്ങൾ മിഥ്യയായ ഒരു കാര്യം, നിരർത്ഥകമായ ഒരു കാര്യം ചെയ്യുകയില്ലല്ലോ, പഠിപ്പിക്കുകയില്ലല്ലോ. അത് നാം വിശ്വസിക്കേണ്ട കാര്യമല്ലേ? കാര്യമില്ലാത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യൂ? സ്വന്തം തടവി എന്ന് മാത്രമല്ല, തടവി കൊടുത്തതായിട്ടും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു അധ്യായമുണ്ട്, ബാബു ഇസ്തിഹ്ബാബി റുഖിയത്തിൽ മരീൽ, രോഗിയെ മന്ത്രിക്കൽ സുന്നത്താണ്. ഉസ്താദുമാരൊക്കെ ഇത് അനുവദനീയാണ്, ഇതൊരു ചികിത്സയുടെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് ഇത് അനുവദനീയാണ്. നിങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത് പോലെ എന്തെങ്കിലും ഖുർആൻ ഓതി ഊതിക്കോ, അത് അനുവദനീയാണ് ഉസ്താദുമാർ പറയുന്നത്. ഇമാം മുസ്ലിം പറയുന്നു റഹിമഹുല്ലാ, ഹദീസിന് തലക്കെട്ട് കൊടുത്തുകൊണ്ട്, ബാബു യുസ്തഹബ്ബു റുഖിയത്തിൽ മരീൽ, ഫിസ്തിഹ്ബാബി റുഖിയത്തിൽ മരീൽ, രോഗിയെ മന്ത്രിക്കൽ സുന്നത്താകുന്നു എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിലുള്ള ഹദീസ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി തങ്ങളായിരുന്നു, ഇദസ്തകാ മിന്നാ ഇൻസാനുൻ, നബിയുടെ മുമ്പാകെ പോയി ആരെങ്കിലും ഒരു രോഗത്തിന്റെ കാര്യം പറഞ്ഞ് സങ്കടം പറയുകയാണെങ്കിൽ, നബിയേ ഒരുപാട് നാളായി തലവേദന, ഒരുപാട് നാളായി വയറിന് അസുഖം, ഒരുപാട് നാളായി ടെൻഷൻ, എന്താ കാരണം എന്നറിയുന്നില്ല. ഇങ്ങനെ ഇൻസാനുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും മനുഷ്യൻ എന്തെങ്കിലും പ്രയാസം പറഞ്ഞ് തിരുസന്നിധിയിൽ വന്നാൽ മസഹഹു ബിയമീനിഹി, അവിടത്തെ വലം കൈ കൊണ്ട് തടവി കൊടുക്കും, വലം കൈ കൊണ്ട് തടവി കൊടുക്കും. സുമ്മകാല, തടവുന്നതിനിടയിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയും, എന്താ പറയുന്നത്? അസ്ഹബിൽ ബഅസ റബ്ബന്നാസ്, അസ്ഹബിൽ ബഅസ റബ്ബന്നാസ്, ജനങ്ങളുടെ സംരക്ഷകനെ, ജനങ്ങളുടെ നിയന്താവേ, ഈ മനുഷ്യനിലുള്ള വ്യക്തിയിലുള്ള പ്രയാസങ്ങളെ നീ പോക്കിക്കളയണമേ. വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. സഹീഹ് മുസ്ലിം. എന്തിനധികം ബുഖാരിയിൽ തന്നെ കാണാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ രണ്ട് പിഞ്ചു പൈതങ്ങളെ അരികിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് പൈശാചിക ഉപദ്രവങ്ങൾക്കെതിരെ അവരിൽ മന്ത്രിച്ചല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സന്താനങ്ങളെ അള്ളാഹുവിന്റെ വചനം ഓതിക്കൊണ്ട് മന്ത്രിച്ചല്ലോ. ഇതൊക്കെ ബുഖാരിയിൽ പറയുന്ന സംഭവങ്ങളാണ്. മുസ്ലിം ലോകത്തിന് നിഷേധിക്കാൻ പാടില്ല, തർക്കിക്കാൻ പറ്റൂല. എന്തിനധികം പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരി ഒരിക്കൽ തിരുസന്നിധിയിൽ വരുന്നു. ഒരു സഹാബിയത്തായ പെണ്ണ്, റസൂലിൽ വിശ്വസിച്ച ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വരുന്നു. വമഅഹാ സബിയുൻ, ആ സ്ത്രീയോടൊപ്പം അവളുടെ കുട്ടിയുണ്ട്. ബിഹി ബലാഉൻ, കുട്ടിക്കൊരു പ്രശ്നം. എന്താ? ലാ യതകല്ലമു, കുറച്ച് നാളായിട്ട് മിണ്ടുന്നില്ല. നന്നായി സംസാരിച്ച പിള്ളേന് പെട്ടെന്ന് മിണ്ടാട്ടം നിന്നു. നാവിന് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. മഅഹു സബിയുൻ, ആ സഹോദരിയോടൊപ്പം ഒരു കുഞ്ഞുണ്ട്. ബിഹി ബലാഉൻ, ആ കുഞ്ഞിനൊരു പ്രശ്നം. ലാ യതകല്ലമു, കുഞ്ഞ് സംസാരിക്കുകയില്ല.
സംസാരിക്കാൻ പെട്ടെന്ന് സാധിക്കാതെ വന്ന കുഞ്ഞിനെയും കൂട്ടി തിരുസന്നിധിയിൽ വന്നു ആ പെണ്ണ്. നബിയുടെ നിർദ്ദേശപ്രകാരം അല്പം വെള്ളം കൊണ്ടുവരപ്പെട്ടു. സഹാബികൾ കൊണ്ടുവന്ന് കൊടുത്തു അല്പം വെള്ളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ പവിത്രമായ വായ അതുകൊണ്ട് കഴുകി, വായിൽ അല്പാ വെള്ളാക്കി, എന്നിട്ടത് പുറത്തേക്ക് എടുത്തു. വഗസല യദൈഹി, കൈ കഴുകി, വായും കയ്യും കഴുകി ആ വെള്ളം കൊണ്ട്. ആ വെള്ളം ആ കുഞ്ഞിന് കൊടുത്തു. ആ വെള്ളം ആ കുഞ്ഞിന് കൊടുത്തു. എന്നിട്ട് സുമ്മ അമറ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു, ഈ വെള്ളം കുഞ്ഞിന്റെ തള്ളയുടെ കയ്യിൽ കൊടുത്തിട്ട് കൽപ്പിച്ചു, ബിസ്സഖിഹി വമസ്ഹിഹി ബിഹി, അതിൽ നിന്ന് അല്പം കുടിക്കാനും അതിൽ നിന്ന് അല്പം എടുത്ത് ശരീരമാസകലം തടവാനും. ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണിത്. ഇങ്ങനെ എത്ര ഹദീസുകൾ ഈ വിഷയകമായി നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞാ തീരൂല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ മുസ്ലിമും ബുഖാരി മാത്രം സെർച്ച് ചെയ്ത് നോക്കി, ഈ 2 കിതാബുകൾ മാത്രം സെർച്ച് ചെയ്ത് നോക്കി. കമ്പ്യൂട്ടറിന്റെ അകത്ത് ഇപ്പൊ ഡിസ്ക് ഉണ്ട്, ഇത് സൗദിയിൽ നിന്ന് വരുന്ന എല്ലാ കിതാബുകളും ഇപ്പൊ ഡിസ്കിലാ. അപ്പൊ സിഹിർ നിങ്ങട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് സെർച്ച് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട്, ബഹ്സ് എന്ന് പറഞ്ഞ അറബിയിലുള്ള സ്വിച്ച്, അതാണ് ഓണാക്കിയ സിഹിർ എന്ന് 9 കിതാബുകളിൽ എവിടെയൊക്കെ പറഞ്ഞു ഒക്കെ കിട്ടും. ശൈത്താന് കിട്ടും, ജിന്ന് കിട്ടും. ഇതൊന്നും ഞാൻ മറിച്ചു നോക്കിയിട്ട്, ഇങ്ങനെ മറിച്ചു നോക്കി ഇത്രയൊക്കെ കിട്ടണമെന്ന് കുറച്ച് പണിയെടുക്കണം. ഞാനും മടിയനാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്നെ കുറിച്ചൊരു നല്ല ധാരണയൊന്നും വെക്കണ്ട. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ സിഹിറിനെ കുറിച്ച് കിട്ടി. ഇനി എത്ര ഹദീസ് ബാക്കി കിടക്കുന്നുണ്ട്? ധാരാളം ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചല്ലോ. മന്ത്രം പറ്റൂല എന്ന് പറഞ്ഞാൽ ഖുർആനും പറ്റൂല എന്ന് വരും. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം ആ ഖുർആനും കൊണ്ടുവന്നത് അല്ലേ. നസല ബിഹി റൂഹുൽ അമീൻ, നസല ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീനായ മാലാക ജിബ്രീൽ അലൈഹിസ്സലാമാണ് അതും കൊണ്ട് വന്നത്. ഏതും കൊണ്ട്? ഖുർആനും കൊണ്ട്. ഈ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ മന്ത്രിച്ചു. സ്വഹീഹുൽ ബുഖാരി മന്ത്രിച്ചില്ലേ. ഒരിക്കൽ ജാഅ ജിബ്രീലു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, ഇസ്തഖൈത യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ അങ്ങ് അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞോ വല്ല പ്രശ്നത്തിലും? ഫഖാല റസൂലുള്ളാഹി നഅം, നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഞാൻ അള്ളാഹിന്റെ അടുക്കൽ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് തന്നെയാണ് അള്ളാഹു എന്നെ അയച്ചത്. ബിസ്മില്ലാഹി അർഖീക, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ അങ്ങയെ മന്ത്രിക്കുന്നു. ബിസ്മില്ലാഹി അർഖീക, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ അങ്ങയെ മന്ത്രിക്കുന്നു. അതുപോലെ തന്നെ അങ്ങേക്കുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, മിൻ ശൈഇൻ യുഅദീക, അങ്ങേക്കുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം തേടിക്കൊണ്ട് ഞാൻ മന്ത്രിക്കുകയാകുന്നു. വശർരി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ, ഓരോ വ്യക്തികളിൽ നിന്ന്, ഒരു നഫ്സിൽ നിന്ന് വരുന്ന ശർർ, ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന, വ്യക്തികളിൽ നിന്ന് വരുന്ന ശർറിൽ നിന്നും. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചത് രോഗം, ശാരീരിക രോഗം സുഖപ്പെടാനല്ല, വ്യക്തികളിൽ നിന്ന് വരുന്ന ഉപദ്രവം. ഔ ഐനി ഹാസിദിൻ, അസൂയാലുക്കളുടെ കണ്ണിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ട്, അതിൽ നിന്നൊക്കെ ഞാൻ മോചനം തേടിക്കൊണ്ട് ബിസ്മില്ലാഹി അർഖീക, അല്ലാഹു യശ്ഫീക, അല്ലാഹു അങ്ങേക്ക് ശിഫ നൽകട്ടെ. റവാഹുൽ ബുഖാരി. വേറെ ഇപ്പോ ഇബ്നു മാജ ഉണ്ട്, തുർമുദി ഉണ്ട്, ബൈഹഖി ഉണ്ട്, നസായി ഉണ്ട്, സിഹാഹ് സിത്തയിൽ തന്നെ വേറെ കിതാബില്ലേ. അങ്ങോട്ടൊന്നും പോണ്ട. ഈ പ്രബലമായ 2 കിതാബ് മാത്രം എടുത്താൽ മതി. ഇത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. നമ്മൾ അവരെ പോയി കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ചില ആളുകൾ പറയാം മന്ത്രം കൊണ്ട് കാര്യമില്ല, ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞ സംഗതി ഇല്ല, ഒക്കെ ഈ ആശുപത്രി ചികിത്സയേ ഉള്ളൂ. ഇതവർ തെറ്റിദ്ധരിച്ചതാ. ചില ഹദീസുകൾ മാത്രം ഏതോ ശൈത്താന്മാർ ഓതി കൊടുത്തപ്പോൾ അത് മാത്രം കേട്ട് തെറ്റിദ്ധരിച്ചതാ. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുക. കാരണം സ്വഹാബത്തിന് വരെ തെറ്റിദ്ധാരണ വന്നു. മന്ത്രം പാടില്ലെന്ന് മനസ്സിലാക്കിയ സ്വഹാബികൾ ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹും. അറിയോ അതെന്താ അങ്ങനെ? ഒരു സഹാബി ഒരിക്കൽ അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, തേള് കുത്തുന്നതിനും വിഷബാധയൊക്കെ ഉണ്ടാവുമ്പോ മന്ത്രിക്കുന്ന ഒരു സഹാബി, മുന്നേ പഠിച്ചതാ. ഇങ്ങനെ മന്ത്രിക്കുന്ന ഒരു സഹാബി നബിയുടെ മുന്നിൽ വന്ന്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ, നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് നഹൈത അനിർ റുഖാ,
നബിയെ അങ്ങ് തീർച്ചയായും മന്ത്രത്തെ എതിർത്തിട്ടുണ്ടല്ലോ, വിലക്കിയിട്ടുണ്ടല്ലോ. സഹാബിക്ക് സംശയമൊന്നുമില്ല, കതിട്ടാ പറഞ്ഞത്. കതിട്ട് പറഞ്ഞാൽ ഗ്രാമർ പഠിച്ചവർക്കറിയാം. യാ റസൂലല്ലാഹ്, വിഷബാധക്ക് മന്ത്രിക്കാറുള്ള സഹാബി പല ഹദീസുകളും നബിയുടെ ചില പ്രസംഗങ്ങളും ചില നിർദ്ദേശങ്ങളൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? മന്ത്രം പാടെ അള്ളാന്റെ റസൂൽ എതിർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ഈ മനസ്സിലാക്കിയ സഹാബി അവിടെ ചെന്നിട്ട് പറയുന്നത് എന്താ? യാ റസൂലല്ലാഹ്, ഖദ് നഹൈത അനിർ റുഖാ, അള്ളാന്റെ ഹബീബെ അങ്ങ് മന്ത്രത്തെ വിരോധിച്ചിട്ടുണ്ടല്ലോ, വിലക്കിയിട്ടുണ്ടല്ലോ. വ അന അർഖീ മിനൽ അഖ്റബി, ഞാനാണെങ്കിൽ തേളിന്റെ വിഷത്തിന് മന്ത്രിക്കാറുള്ള ആളാണ് നബിയേ. അങ്ങാണെങ്കിൽ മന്ത്രത്തെ എതിർത്തല്ലോ, ഇനി എന്ത് ചെയ്യും? അപ്പോ വ്യക്തമായി മനസ്സിലാക്കിയില്ല സ്വഹാബി. ശിർക്കിന്റെ മന്ത്രത്തെ നബി തങ്ങൾ വിലക്കുകയും തൗഹീദിന്റെ മന്ത്രത്തെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. സ്വഹാബി അങ്ങനെ തെറ്റിദ്ധരിച്ചു. പിന്നെ നമ്മളെ നാട്ടിലുള്ള ഏതാനും ആളുകൾ തെറ്റിദ്ധരിച്ച് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ മനസ്സിലാക്കരുത്, ഞാൻ പാടെ അതിനെ വിലക്കിയിട്ടില്ല. മനിസ്തതാ മിൻകും അൻ യൻഫഅ അഖാഹു ഫല്യഫഅൽ, മനിസ്തതാ മിൻകും അൻ യൻഫഅ അഖാഹു ഫല്യഫഅൽ. അള്ളാന്റെ കലാമ് വെച്ച് ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനതെങ്ങനെ വിലക്കോ? അള്ളാഹുവിന്റെ ഖുർആൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഫല്യഫഅൽ, അത് ചെയ്തോളൂ, ഞാനതിനെ വിലക്കിയിട്ടില്ല. അപ്പൊ സ്വഹാബിക്ക് കാര്യം തിരിഞ്ഞപ്പോ പിന്നെ സത്യസന്ധനായി ഈ സത്യം ലോകത്തോട് പറഞ്ഞു. ചില ആളുകളുണ്ട് എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കൂലെന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? അത് മുസ്ലിയാരുടെ ദുർവ്യാഖ്യാനമാണ്. എന്നാൽ യഥാർത്ഥ വ്യാഖ്യാനം ഒന്ന് പഠിപ്പിച്ചു തന്നാൽ മതി. അടുത്താഴ്ച ഈ കേട്ടിരിക്കുന്ന ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് തിരുത്തി പറയാലോ. ആ കുറ്റത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമല്ലോ. അറബി ഭാഷയെ കുറിച്ച് കുറഞ്ഞ ഗ്രാഹ്യമുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ ഞാൻ വെച്ച അർത്ഥത്തിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. എവിടെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ഹദീസിൽ കാണാം മന്ത്രിക്കാതിരിക്കലാണ് നല്ലത്. എല്ലാം പറയണ്ടേ, ഒരു ഭാഗം മാത്രം പറഞ്ഞു പോയാൽ പറ്റൂ. ശിർക്കിന്റെ മന്ത്രമല്ല, തൗഹീദിന്റെ മന്ത്രം തന്നെ. അത് മന്ത്രിക്കാതിരിക്കുന്ന ആളുകൾ 70,000 പേര് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന ഹദീസ് മുസ്ലിമിൽ കാണാം. ഉള്ളതാകുന്നു. ലാ യസ്തർഖൂന വലാ യതതയ്യറൂന വലാ യക്തവൂൻ. ഒരു വിഭാഗം ആളുകൾ മന്ത്രിക്കില്ല, അനുവദിക്കപ്പെട്ട മന്ത്രം തന്നെ അവർക്കില്ല, നിഷിദ്ധമായ പക്ഷിലക്ഷണവും ശകുനം നോക്കലും അവർക്കില്ല. അങ്ങനത്തെ ഒരു വിഭാഗം എന്റെ ഉമ്മത്തിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ 70,000 പേരുണ്ട്. അവർ സ്വർഗത്തിൽ വിചാരണ കൂടാതെ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേതർത്ഥത്തിലാ? ഈ ഹദീസ് കൊണ്ട് മറ്റുള്ള ഹദീസൊക്കെ പൊളിയോ? അങ്ങനെയുണ്ട്. ഹദീസുകളെ കുറിച്ച് ശരിക്ക് പഠിക്കണം. മുഹദ്ദിസുകൾ എത്ര പഠിച്ചു അറിയാം? ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ചു. അതിന്റെ ഒരു ഹദീസും വേറെ ഹദീസും വൈരുദ്ധ്യാവും. അങ്ങനെ ധാരാളമുണ്ട്. ഇന്നമൽ മാഉ മിനൽ മായി എന്ന് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭാര്യമാരെ സമീപിച്ചത് കൊണ്ട് നിങ്ങൾ കുളിച്ചോളണം എന്നില്ല. ഇന്നമൽ മാഉ മിനൽ മായി, കുളി മാ ഉണ്ടെങ്കിൽ മാത്രം, എന്നുവെച്ചാൽ സ്ഖലനം സംഭവിച്ചാൽ കുളിച്ചാൽ മതി. അതാ ആദ്യത്തെ. ഇതിപ്പോ കിതാബിൽ കാണാം. അല്ലാതെ ഭാര്യയെ സമീപിച്ചത് കൊണ്ട് കുളി നിർബന്ധമാവൂല. അതാണ് അത് പറഞ്ഞതിന്റെ ആശയം. ഇന്നമൽ മാഉ മിനൽ മായി. ഇത് മാത്രം വായിച്ച ഒരാൾ എന്തായിരിക്കും അവസ്ഥ? ഒറ്റ നിസ്കാരം ശരിയാവും. നിങ്ങൾ ആലോചിച്ചോ. സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തു ആകാം, ഭാര്യയായിട്ട് ബന്ധപ്പെട്ടാലും കുളിക്കേണ്ടതില്ല എന്നതിനർത്ഥം. പിന്നെ വന്നു നിയമം. ആദ്യത്തേത് നസ്ഖ് ചെയ്തു. ഇദൽ തഖൽ ഖിതാനാനി ഫഹുവ മൂജിബുൽ ലിൽ ഗസ്ലി. പരസ്പരം ടച്ച് ചെയ്താൽ തന്നെ കുളി നിർബന്ധമായി. അപ്പൊ ആദ്യത്തെ വിധി മർഫൂആയി, മൻസൂഹായി. ഇതൊക്കെ പഠിക്കണേ. ഹദീസ് എല്ലാം വളരെ വ്യക്തമായി പഠിക്കണം. അതുകൊണ്ടല്ലേ എവിടുന്നെങ്കിലും ഹദീസിന്റെ ഒരു തുണ്ടം കിട്ടിയിട്ട് അതനുസരിച്ച് ജീവിക്കല്ലേ. മുജ്തഹിദുകളായ ഇമ്മത്ത് ഇമാം ഷാഫിയെ പോലെ ലക്ഷക്കണക്കിന് ഹദീസ് ഹൃദ്യസ്ഥമാക്കി അതിലെ നെല്ലും പതിരും വേർതിരിച്ച് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇമാമുകൾ പഠിപ്പിച്ച് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് മനസ്സിലാക്കിപ്പോന്ന ആലിമീങ്ങൾ പറഞ്ഞ് വെറുതെ മനസ്സിലാക്കിയ നിങ്ങൾ ഏതെങ്കിലും ഒരു 10 ഹദീസാണ് കാണാൻ പഠിച്ചു, അല്ലെങ്കിൽ അതിന്റെ പരിഭാഷ പഠിച്ചു. അങ്ങനെ മുസ്ലിമായി ജീവിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ ഇമ്മത്തുകൾ പഠിപ്പിച്ചു തന്ന സംഭവങ്ങൾ അതാണ് യഥാർത്ഥ ദീനിന്റെ വശം. അതാണ് യഥാർത്ഥ ദീന്. നമ്മളെ കേരളത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ലല്ലോ. 921 വരെ നമ്മളെ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായിരുന്നു. ഇവിടെ ഒരു ഗ്രൂപ്പും ഇല്ലായിരുന്നു 921 വരെ.
മുസ്ലിങ്ങൾ എല്ലാവരും ഒരേ ആശയം, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 921 ശേഷം ഓരോ പാർട്ടി, ഏത് പാർട്ടി വന്നാലും നമ്മളെ കൗമി നിരാശപ്പെടുത്തില്ല. നമ്മളെ കാക്കാമാര് 10 പേരായിട്ടുണ്ടാവും. നോക്കിക്കൊണ്ട് നിങ്ങൾ ഏത് പാർട്ടി ഇപ്പൊ നോക്കി, നിക്കരിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി വന്നു, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. 5 വക്ത് നിക്കരിക്കണ്ടെന്ന് പറയാൻ ആ പാർട്ടി വന്നത്, അതിന്റെ ഒപ്പം ആളുണ്ടായില്ലേ? നിസ്കരിക്കണം എന്ന് പറയാനല്ല പാർട്ടി വന്നത്. നിസ്കരിക്കണ്ട 5 വക്ത് നിസ്കരിക്കണ്ട, ഖുർആന്റെ പേരും പറഞ്ഞു വന്നു, അതിന്റെ കൂടി ആള് പോയി. മുജ്തഹിദുകളായ ഇമ്മത്തുകൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ചുകൊണ്ട് ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച് തന്നിരിക്കുന്ന പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ മഹിതമായ നിയമസംഹിത, ആ സംഹിത മുറുകെ പിടിച്ചു പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. പരിശുദ്ധ ദീനിനെ എതിർക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തിനെ പഠിക്കാനും അതിനെ ജീവിപ്പിക്കാനും അതിനെ പ്രായോഗികമാക്കാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.